മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽ മൈക്രോബയോളജിയിൽ വരുന്ന ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡിസിൻഫെക്ഷൻ. അതിൽ നമുക്ക് വേരിയസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സോ ഫസ്റ്റ് ആദ്യമേ എന്താണ് ഡിസിൻഫെക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. Destruction or removal of all pathogenic microorganism on an inanimate അല്ലെങ്കിൽ non-living objects which capable of producing an infection. ഓക്കെ, ഈ ഒരു ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിസിൻഫെക്ഷനും അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ഡെഫിനേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് all pathogenic microorganism. Pathogenic എന്ന് പറഞ്ഞാൽ എന്താണ്? They are capable of producing infection. ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് നമ്മൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ആയിട്ട് പറയുന്നത്. സോ അവയെ ഡിസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അവയെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന എന്തോ അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം പറയുന്നുണ്ട് ബട്ട് നോട്ട് ദി ബാക്ടീരിയൽ സ്പോർസ്. ആ ഒരു പ്രത്യേകതയുണ്ട്. ഡിസിൻഫെക്ഷനിൽ സ്പോറുകളൊന്നും നശിക്കുന്നില്ല, പകരം പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് എന്ത് സംഭവിക്കുന്നു? ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ റിമൂവൽ ഉണ്ടാകുന്നു. ദ പ്രോസസ് മേ നോട്ട് കില്ലിംഗ് ഓൾ ദ മൈക്രോ ഓർഗാനിസം ബട്ട് റെഡ്യൂസ് ദം ടു എ ലെവൽ ദാറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ടു ദ ഹെൽത്ത്. ഡിസിൻഫെക്ഷൻ വഴി എല്ലാ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നില്ല? ചാകുന്നില്ല. അതിനു പകരം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. അത്രേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഇനി ഇതാണ് പ്രോസസ് ഡിസിൻഫെക്ഷൻ. അപ്പോൾ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദി നോൺ ലിവിങ് objects to destroy the microorganism that are living on the objects. അതായത് ഇൻഅനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു വാക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് സാനിറ്റൈസേഷൻ എന്താണെന്നുള്ളത്. എന്താണ് സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡിസിൻഫെക്ഷനൊപ്പം തന്നെ ഒരു ക്ലൻസിങ് ആക്ഷൻ കൂടെ കിട്ടുമ്പോൾ അതിനെ എന്ത് വിളിക്കും? നമ്മൾ സാനിറ്റൈസേഷൻ എന്ന് പറയുന്നു. സോ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡിസിൻഫെക്ഷൻ. നമ്മൾ ഇനി അടുത്ത എന്താണ് സ്റ്റെറിലൈസേഷൻ പറയും. സോ ഡിസിൻഫെക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുക. സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ കൂടെ എന്ത് ആക്ഷനും കൂടെ നമുക്ക് ആഡപ്പ് ചെയ്യണം? ക്ലീനിങ് ആക്ഷനും കൂടെ കിട്ടിയാൽ മാത്രമേ അതിനെ സാനിറ്റൈസേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് ആൻറ്റിസെപ്സിസ് ആൻഡ് ആൻറ്റിസെപ്റ്റിക്സ്. ഡിസിൻഫെക്റ്റൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്താണെന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ ഡിസിൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആൻറ്റിസെപ്സിസ് എന്താണെന്ന് നോക്കാം. ദ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഓൺ എ ലിവിങ് ടിഷ്യൂ മാറി. ഡിസിൻഫെക്ഷൻ നടക്കുന്ന എപ്പോഴും നോൺ ലിവിങ് അല്ലെങ്കിൽ ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റിലാണെങ്കിൽ ആൻറ്റിസെപ്സിസ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഓൺ ലിവിങ് ടിഷ്യൂ. അവിടെയും പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? ബട്ട് നോട്ട് ബാക്ടീരിയൽ സ്പോർസ്. സ്പോറുകൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. സ്പോറുകൾ എന്ത് ചെയ്യുന്നില്ല? നശിക്കുന്നില്ല. ബാക്ടീരിയയുടെ പല ഫോംസ് പഠിക്കും നമ്മൾ. വെജിറ്റേറ്റീവ് ഫോംസ്, സ്പോർ ഫോം ഒക്കെ ഉണ്ട്. ഈ സ്പോർ ഫോമിന് യാതൊരുവിധ നാശവും സംഭവിക്കുന്നില്ല. നോട്ട് നെസസറി കില്ലിംഗ് ഓൾ മൈക്രോ ഓർഗാനിസം ബട്ട് റെഡ്യൂസിങ് ദം ടു എ ലെവൽ നോട്ട് നോർമലി ഹാംഫുൾ ടു ഹെൽത്ത്. ഡിസിൻഫെക്ഷനിൽ നടക്കുന്ന പോലെ തന്നെ എന്താണ്? അവിടെ ഉണ്ടായിരുന്ന മൊത്തം മൈക്രോ ഓർഗാനിസത്തെയും കില്ല് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു ലെവൽ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ദാറ്റ് ഈസ് ഹാംഫുൾ ടു ദി ഹെൽത്ത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്റ്റൻസ് നോൺ ലിവിങ് തിങ്സിൽ ഉപയോഗിക്കുന്നു, ആൻറ്റിസെപ്റ്റിക്സ് ലിവിങ് തിങ്സിൽ ഉപയോഗിക്കുന്നു. രണ്ടുപേർക്കും സ്പോറിനെ നശിപ്പിക്കാനുള്ള കഴിവില്ല. അത് കോമൺ ആണ്. ഇനി ആൻറ്റിസെപ്റ്റിക്സ് എന്നാണ് ഈ ഒരു പ്രോസസ്സിന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏജന്റുകൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ എന്ത് പേരിൽ അറിയപ്പെടാം? ആൻറ്റിസെപ്റ്റിക്സ്. ദേ ആർ ദി ആൻറ്റിമൈക്രോബിയൽ സബ്സ്റ്റൻസ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ദി ലിവിങ് ടിഷ്യൂസ് ഓർ സ്കിൻ ടു റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് ഇൻഫെക്ഷൻ. പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് നമ്മൾ ഡെറ്റോൾ എന്ന് പറയുന്നതാണ്. ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് അല്ലേ. നമുക്ക് മുറിവ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേൺസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെറ്റോൾ എന്ത് ചെയ്യും? ഉപയോഗിക്കാറുണ്ട്. ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. സോ ഇതാണ് ആൻറ്റിസെപ്സിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിന് വിളിക്കുന്ന പേര്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ആൻറ്റിസെപ്റ്റിക് എന്ന് വിളിക്കും. ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഫീനോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു
ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അത് ഇൻഅനിമേറ്റ് അല്ലെങ്കിൽ നോൺ ലിവിങ് ഒബ്ജക്ട്സിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. പക്ഷേ ആ ഡിസിൻഫെക്ഷനിലെ എന്താണ് ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിനുള്ള മൈക്രോ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്നാൽ മാത്രമേ അതിൻ്റെ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പോറുകൾക്ക് നാശമൊന്നും സംഭവിക്കുന്നില്ല. അടുത്തത് സ്റ്റെറിലൈസേഷൻ ആൻഡ് അസെപ്സിസ്. അപ്പം ഈ ഒരു ടേം ഡിസിൻഫെക്ഷൻ, അതേപോലെ തന്നെ സെപ്സിസ് എന്ന് പറയുന്ന ഡിസിൻഫെക്റ്റൻസ്, അതേപോലെ തന്നെ ആൻറ്റിസെപ്സിസ്. അടുത്തൊരു പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ. ഈ ഡിസിൻഫെക്ഷനും നമ്മൾ ആദ്യം പറഞ്ഞ സെപ്സിസ് എന്ന് പറയുന്ന പ്രോസസ്സിനും അതിൽ നിന്ന് എന്താണ് ഈ സ്റ്റെറിലൈസേഷൻ വ്യത്യാസമാകുന്നതെന്ന് നോക്കാം. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് ആൻ ആർട്ടിക്കിൾ ആകാം. നമ്മളിപ്പം ഡിസിൻഫെക്റ്റൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ് നമ്മൾ അടക്കം പറഞ്ഞു. ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ലിവിങ് ഒബ്ജക്ട്സിലാണെന്നും പറഞ്ഞു. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് ആൻ ആർട്ടിക്കിൾ, എന്തൊക്കെയാകാം നമ്മൾ സ്റ്റെറിലൈസേഷൻ വഴി എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാറുണ്ട്. ഒന്നെങ്കിൽ ഒരു ആർട്ടിക്കിൾ ആകാം, അല്ലെങ്കിൽ ഒരു സർഫസ് ആകാം, അല്ലെങ്കിൽ ഒരു മീഡിയം ആകാം. ആൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രീ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ദ വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ ഫോം. ഡിസിൻഫെക്ഷനിലും ആന്റിസെപ്റ്റിക് സബ്സ്റ്റൻസിനും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആർക്ക് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസേഷന് ചെയ്യാൻ പറ്റും. എന്താ അത്? അതായത് വെജിറ്റേറ്റീവ് ഫോം കൂടാതെ സ്പോർ ഫോം ഓഫ് എന്താണ് മൈക്രോ ഓർഗാനിസംസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ദേ ആർ മെയ്ഡ് ഫ്രീ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. ബാക്കി രണ്ടിടത്തും ഡിസിൻഫെക്ഷനിലും ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള കോമ്പൗണ്ടുകളും നമ്മൾ പറഞ്ഞു എല്ലാ മൈക്രോ ഓർഗാനിസത്തിനൊന്നും കൊല്ലാൻ പറ്റുന്നില്ല. പിന്നെയോ അവയുടെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷസ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ അളവ് ഒന്ന് കുറച്ച് നിർത്താനേ പറ്റത്തുള്ളൂ. പക്ഷെ സ്റ്റെറിലൈസേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്ത് വസ്തുവിനെയാണോ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അതൊരു ആർട്ടിക്കിൾ ആകാം, ഒരു സർഫസ് ആകാം, ഒരു മീഡിയം ആകാം, എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ എന്ത് ചെയ്യുന്നു? ഫ്രീ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. ഇനി മൈക്രോ ഓർഗാനിസത്തിന്റെ വെജിറ്റേറ്റീവ് ഫോം ആയാലും സ്പോർ ഫോം ആയാലും പ്രശ്നമില്ല, സ്റ്റെറിലൈസേഷനിൽ എന്താവും? അത് നശിക്കും. ഇനി ആ ഒരു അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടെക്നിക് ബൈ വിച്ച് ദ ഒക്കറൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻടു ആൻ അൺഇൻഫെക്ഷ്യസ് ടിഷ്യൂ ഈസ് പ്രിവെന്റഡ്. അതായത് ഈ അസെപ്സിസ് എന്ന് പറഞ്ഞ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്കും കൂടെ ആ ഇൻഫെക്ഷൻ എന്ത് ചെയ്യാം? വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം 3 ടേം ഓർത്തു വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സിലബസ് മൈക്രോബയോളജി സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഡിസിൻഫെക്റ്റൻസിന്റെ ടോപ്പിക്ക് കുറച്ച് പ്രാധാന്യമായിട്ട് പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഡിസിൻഫെക്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസിൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഡിസിൻഫെക്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതിലും തന്നെ നമുക്ക് സഫിക്സ് ആയിട്ട് സൈഡ് വരുന്നതുകൊണ്ട് സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാസിസ് വരുന്നവയുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ തന്നെ ആയിരിക്കും. സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലാൻ കഴിവുള്ളവയാണ്. നമ്മൾ ഇപ്പം ബാക്ടീരിയോസൈഡ് അല്ലെ, വിറിസൈഡ്, ഫംഗിസൈഡ് എന്നൊക്കെ പറയുന്നതാണ് കില്ല് ചെയ്യാൻ കഴിവുള്ളവയാണ്. അതേസമയം സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷനെ ഒന്ന് കുറയ്ക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. സോ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ആന്റിമൈക്രോബിയൽ ഏജൻസ് വിൽ കിൽ ഓർ ഡിസ്ട്രോയ് എ സർട്ടൺ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഈസ് കോൾഡ്. അങ്ങനെയുള്ളവയുടെ സഫിക്സ് ആയിരിക്കും CIDE വരിക. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ വിറിസൈഡ്, ഫംഗിസൈഡ്, ബാക്ടീരിയോസൈഡ്. ഇനി അതേപോലെ തന്നെ സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റാസിസ് എന്ന സഫിക്സ് വരുന്നത് എപ്പോഴും എന്തിനായിരിക്കും ഉദ്ദേശിക്കുന്നത്? വിൽ പ്രിവെന്റ് ദ ഗ്രോത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്, ഫംഗിസ്റ്റാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ ഫംഗസിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്തോ മൾട്ടിപ്ലിക്കേഷനെയോ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു അളവിന് അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറയ്ക്കുന്നു, അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കുന്നു, അത്രേ വരുന്നുള്ളൂ. ഇനി അടുത്ത് നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ് എന്താന്ന് പറഞ്ഞു, ആന്റിസെപ്റ്റിക് എന്താന്ന് പറഞ്ഞു, സ്റ്റെറിലൈസേഷൻ എന്താന്ന് പറഞ്ഞു. നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡിസിൻഫെക്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനത്തിന് വേണ്ടുന്ന ഐഡിയൽ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന്, ഹൈ പൊട്ടൻസി അണ്ടർ ദ കണ്ടീഷൻ ഓഫ് യൂസ്. നമ്മൾ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലാന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻസ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ എണ്ണം കുറയ്ക്കാനാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന ഡിസിൻഫെക്റ്റൻസ് എന്തായിരിക്കണം? പൊട്ടൻസി ഉണ്ടായിരിക്കണം, അല്ലേ? അത് വളരെ നിർബന്ധമാണ്. അതാണ് ഒന്നാമത്തെ ഐഡിയൽ പ്രോപ്പർട്ടി.
രണ്ടാമത്തെ ഐഡിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെഡി സോലുബിലിറ്റി അല്ലെങ്കിൽ മിസിബിലിറ്റി വിത്ത് വാട്ടർ അറ്റ് ആൻ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ. ഇപ്പം ഫെനോയിൽ പോലത്തെ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കലക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന ആ സോൾവെന്റിൽ അതെന്തായിരിക്കണം, സോലുബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് വാട്ടർ സോലുബിൾ ആയിരിക്കണം, അത് നിർബന്ധമാണ്. അത് ഐഡിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. മൂന്നാമത്തത് നോൺ കോസ്റ്റിക് വിത്ത് എ ലോ ഡിഗ്രി ഓഫ് ടോക്സിറ്റി. ഡിസിൻഫെക്റ്റൻസിന് ഒട്ടും ടോക്സിറ്റി ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്താണ്, താരതമ്യേന ടോക്സിറ്റി കുറവായിരിക്കണം. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളൊരു അതായത് നമുക്ക് ഇൻഫെക്ഷൻസ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ഡിസിൻഫെക്റ്റൻസിന് നമുക്ക് എന്താകാൻ പാടില്ല, ടോക്സിറ്റി ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ ഐഡിയൽ പ്രോപ്പർട്ടി. അടുത്തത് നോട്ട് ഹാംഫുൾ ഓൺ ടിഷ്യൂസ്. ഓക്കെ, ടിഷ്യൂസിന് എന്ത് ചെയ്യാൻ പാടില്ല, അഫക്റ്റ് ചെയ്യാൻ പാടില്ലെങ്കിൽ ഹാംഫുൾ ആക്കാൻ പാടില്ല. പിന്നെ നോ ഡെലിറ്റേറിയസ് എഫക്റ്റ് ഓൺ ലിനൻ ആൻഡ് മെറ്റൽസ്. ഓക്കെ, ഇത് വീഴുന്ന മെറ്റൽസ് അല്ലെങ്കിൽ ലിനൻ മെറ്റീരിയൽസിന് എന്ത് ചെയ്യാൻ പാടില്ല, അത് കേടാക്കാൻ പാടില്ല. പിന്നെ കംപ്ലീറ്റ് കോമ്പാക്റ്റബിലിറ്റി വിത്ത് അതർ ആന്റി മൈക്രോബിയൽ ഏജൻസ് എലോങ് വിത്ത് ഇറ്റ് ഈസ് യൂസ്ഡ്. ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്കായിരിക്കത്തില്ല, മറ്റേതെങ്കിലും ഡിസിൻഫെക്റ്റൻസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വന്നാൽ അവയുമായിട്ടും എന്തായിരിക്കണം, കോമ്പാക്റ്റബിലിറ്റി ഉണ്ടാവണം. അതാണ് അടുത്ത ഐഡിയൽ പ്രോപ്പർട്ടി. പിന്നെ കോമ്പാക്റ്റബിൾ വിത്ത് അതർ കമ്പോണൻസ് ഓഫ് ദ ഡിസിൻഫെക്റ്റൻറ്റ് ഫോർമുലേഷൻ. അതായത് ഇപ്പം ഒരു ഡിസിൻഫെക്റ്റൻസ് എടുക്കുമ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂടാതെ കുറേ അഡിറ്റീവ്സും കാണുമല്ലോ. അപ്പോൾ അഡിറ്റീവ്സുമായിട്ടും എന്തുണ്ടാവണം, കോമ്പാക്റ്റബിലിറ്റി വേണം, അത് നിർബന്ധമാണ്. പിന്നെ നമ്മളിപ്പം ഡിസിൻഫെക്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നതല്ല, ചിലപ്പോൾ മാസങ്ങളെടുത്തായിരിക്കും അത് തീരുന്നത്. അപ്പോൾ ആ സ്റ്റോറേജിൻ്റെ സമയത്തും അവയ്ക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പിന്നെ റീസണബിളി ചീപ്പായിരിക്കണം, ഭയങ്കര വില കൂടി അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ഒന്നും പാടില്ല ഡിസിൻഫെക്റ്റൻസ്. റീസണബിളി ചീപ്പായിരിക്കണം, അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിരിക്കണം. പിന്നെ നോ ഒഫെൻസീവ് ഓർഡർ, കളർ ഓർ ടേസ്റ്റ്. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഐഡിയൽ പ്രോപ്പർട്ടീസ് റിക്വയർഡ് ഫോർ എ ഡിസിൻഫെക്റ്റൻസ്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ഡിസിൻഫെക്റ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് ഓൾറെഡി നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നൊരു ടോപ്പിക്ക് പഠിക്കുന്നതാണ്. അപ്പം ഇതിലെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫാർമസിസ്റ്റിൻ്റെ എക്സാമിനൊക്കെ ഇതിന് ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ DHS എക്സാമിനൊക്കെ അക്രിഡിൻ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രോഫ്ലേവിൻ അക്രിഡിൻ ഡെറിവേറ്റീവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്ഷൻസിലെ ഈ ഡിസിൻഫെക്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫീനോൾ ഡെറിവേറ്റീവ്സ് ഉണ്ട്, ആൽക്കഹോൾ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, എത്തനോളൊക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ ആൽഡിഹൈഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഫോർമാൽഡിഹൈഡ്. പിന്നെ ഡൈസ്, അതാണ് ഇപ്പോൾ പറഞ്ഞ അക്രിഡിൻ, നമ്മുടെ പ്രോഫ്ലേവിൻ വരുന്നുണ്ട്. പിന്നെ സർഫസ് ആക്റ്റീവ് ഏജൻസ്, ഹാലോജൻ, അയഡിൻസ് ഒക്കെ വരുന്നുണ്ട്. മെറ്റൽസ്, ഹെവി മെറ്റൽസും എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഗ്വാനിത്തിഡിൻ ആൻഡ് അമിഡിൻ ഡെറിവേറ്റീവ്സ്, ഫ്യൂറാൻ ഡെറിവേറ്റീവ്സ്, ക്യുനോളിൻ ആൻഡ് ഐസോക്യുനോളിൻ ഡെറിവേറ്റീവ്സ്, പിന്നെ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. സോ ദിസ് ഈസ് ദ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ്. ഈ ക്ലാസിഫിക്കേഷനും അറിഞ്ഞിരിക്കുക, ഇതിൽ ഓരോന്നും വരുന്ന എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസിൻഫെക്ഷൻ ആക്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കി. അടുത്തത് എന്തൊക്കെ കാരണങ്ങൾ, ഐഡിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസിൻഫെക്ഷൻ നോക്കി. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസിൻഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഓർഗാനിസവുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഏത് ഓർഗാനിസത്തിനെതിരെയാണോ ഇത് ഉപയോഗിക്കുന്നത് അതുമായിട്ട് ചില ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസിൻഫെക്ഷൻസിൻ്റെ പൊട്ടൻസിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ മറ്റ് ഇപ്പം ടെമ്പറേച്ചർ, pH അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഡിസിൻഫെക്റ്റൻസിൻ്റെ പൊട്ടൻസിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചില ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ്, നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഡിസിൻഫെക്റ്റൻസിൻ്റെ ആക്ഷനെ കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഫാക്ടേഴ്സ് കണക്റ്റഡ് വിത്ത് ഓർഗാനിസവുമായിട്ട്, അതായത് നമ്മളിപ്പം ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫംഗസ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. ആ
നമ്മൾ ഉപയോഗിക്കുന്ന സ്പീഷീസ് അല്ലെങ്കിൽ സ്ട്രെയിന് ഡിസിൻഫെക്റ്റൻസുമായിട്ട് അല്ലെങ്കിൽ എല്ലാ ഓർഗാൻസിനും ഒരേ ആക്ഷനാണോ, ചിലത് റെസിസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ ചിലത് കൂടുതൽ സസെപ്റ്റബിൾ ആണോ എന്നൊക്കെ നോക്കാം. സോ സ്പീഷീസ് ആൻഡ് സ്ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ സം സ്പീഷീസ് ഓർ സ്ട്രെയിൻസ് ആർ മോർ റെസിസ്റ്റൻറ്റ് ടു സം ഡിസിൻഫെക്റ്റൻറ്റ്. എല്ലാ മൈക്രോ ഓർഗാനിസം ഒരേപോലെയല്ല ഡിസിൻഫെക്റ്റൻസിൻ്റെ ആക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ഡിസിൻഫെക്റ്റൻസിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ചില മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഡിസിൻഫെക്റ്റൻസ് ഒഴിച്ചിട്ടും കാര്യമില്ല, റെസിസ്റ്റൻ്റ് ആയിരിക്കും. ചിലതാകട്ടെ ഡിസിൻഫെക്റ്റൻസിൻ്റെ അളവ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും, തീരുന്നതായിരിക്കും. അപ്പം അതിന് ആ സ്പീഷീസിനനുസരിച്ചിട്ടും സ്ട്രെയിനനുസരിച്ചിട്ടും ഒക്കെ ഡിസിൻഫെക്റ്റൻസിൻ്റെ ആക്ഷൻ വ്യത്യാസപ്പെടും. ഇപ്പം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആർ മോർ സസെപ്റ്റബിൾ ടു പെൻസിലിൻ. ഓക്കെ, അതേപോലെ ഗ്രാം നെഗറ്റീവ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മോർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, ചിലത് വൈഡ് സ്പെക്ട്രം ഉണ്ട്, അല്ലെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നാരോ സ്പെക്ട്രം ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ കൊല്ലാൻ സാധിക്കുന്നവയെല്ലാം നമ്മൾ ബ്രോഡ് സ്പെക്ട്രത്തിലിടും. ഒരു നാരോ സ്പെക്ട്രം സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്പീഷീസുകളെ മാത്രം തിരഞ്ഞെടുത്ത് നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് നാരോ സ്പെക്ട്രത്തിലിടുന്നത്. അപ്പോൾ സ്പീഷീസിനനുസരിച്ചിട്ടും സ്ട്രെയിനനുസരിച്ചിട്ടും ഈ ഒരു വ്യത്യാസം എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഡിസിൻഫെക്റ്റൻസിൻ്റെ കേസിൽ ഇങ്ങനൊരു വ്യത്യാസം വരും. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്പീഷീസിനും സ്ട്രെയിനനുസരിച്ചും ഡിസിൻഫെക്റ്റൻസിൻ്റെ ആക്ഷനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അടുത്തത് മോർഫോളജിക്കൽ സ്റ്റേറ്റ്. ഇപ്പം സ്പീഷീസും സ്ട്രെയിനും മാത്രമല്ല ഒരു ഫാക്ടർ ഓർഗാനിസത്തെ സംബന്ധിച്ച്. ഇപ്പം ആ മൈക്രോ ഓർഗാനിസം ഏത് ഫോമിലാണ് നിൽക്കുന്നത് എന്നുള്ളത്, വെജിറ്റേറ്റീവ് ഫോമിലാണോ അല്ലെങ്കിൽ സ്പോർ ഫോമിലാണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡിസിൻഫെക്റ്റൻസിനൊന്നും സ്പോർ ഫോമിലുള്ള മൈക്രോ ഓർഗാനിസിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, സ്പോർ ഫോമുകളൊന്നും എന്ത് ചെയ്യത്തില്ല, നശിക്കുന്നില്ല. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മോർഫോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി ഓർഗാനിസം. മോർഫോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി ഓർഗാനിസം നോക്കിക്കഴിഞ്ഞാൽ spores of the spore forming microorganism are more resistant than the vegetative form. എപ്പോഴും സ്പോർ ഫോം ചെയ്യാൻ കഴിവുള്ള മൈക്രോ ഓർഗാനിസം എന്ത് തരം ഡിസിൻഫെക്റ്റൻസ് വന്നാലും കുലുങ്ങാതെ നിൽക്കും. അതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി വെജിറ്റേറ്റീവ് ഫോം. അതേസമയം വെജിറ്റേറ്റീവ് ഫോമിൽ നിൽക്കുന്ന മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും, ഡിസിൻഫെക്റ്റൻസിൻ്റെ ഒരു അംശം വരുമ്പോഴേ എന്ത് ചെയ്യും, നശിച്ചു പോകും. അതേസമയം സ്പോർ ഫോം എന്ത് ചെയ്യും, റെസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. വെജിറ്റേറ്റീവ് സെൽസ് ആർ കിൽഡ് ബൈ ദി കോമൺ ഡിസിൻഫെക്റ്റൻസ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻസ് ഒക്കെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഏത് ഫോമിനെയാണ് അപ്പോൾ കില്ല് ചെയ്യുന്നത്, വെജിറ്റേറ്റീവ് ഫോമിനെയാണ്. സ്പോർസ് ആർ കിൽഡ് ബൈ ആൽഡിഹൈഡ് ഹാലജൻ വിത്ത് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ. സ്പോർ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യണമെങ്കിൽ ചില കോമ്പിനേഷൻ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യണം. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു കോമ്പൗണ്ട് വിചാരിച്ചാലൊന്നും സ്പോർ ഫോം എന്ത് ചെയ്യത്തില്ല, നശിക്കത്തില്ല. അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ആൽഡിഹൈഡ് കോമ്പൗണ്ടും ഒരു ഹാലജൻ കോമ്പൗണ്ട് വിത്ത് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ ഒക്കെ ആയിട്ട് കോമ്പിനേഷനിൽ ഉപയോഗിച്ച സ്പോർ ഫോം വേണമെങ്കിൽ എന്ത് ചെയ്യും, കില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്പോറുകളെ നശിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കൾച്ചർ സ്റ്റേറ്റ്. ഓക്കെ, അതും ഓർഗാനിസവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സാണ് ഇപ്പോൾ പറയുന്നത്. സ്പീഷീസ്, സ്ട്രെയിൻ കഴിഞ്ഞു, മോർഫോളജിക്കൽ സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഓർഗാനിസത്തിൻ്റെ കൾച്ചറൽ സ്റ്റേറ്റ്. അതായത് നമ്മൾ ഈ മൈക്രോബ്സിൻ്റെ ഒക്കെ ഒരു മൈക്രോബിയൽ ഗ്രോത്തിൻ്റെ ആ ഒരു സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ 3 ഫേസ് പഠിക്കുന്നുണ്ട്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് അല്ലേ? എന്താണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്? അതായത് ആ ഒരു ടൈമിൽ മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ലാഗ് ഫേസിൽ നിൽക്കുമ്പം. അതേസമയം ലോഗ് ഫേസിലോട്ട് പോയി കഴിയുമ്പം മൈക്രോബ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇരട്ടിയാകുന്ന ടൈമാണ് ലോഗ് ഫേസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പിന്നെ അവ സ്റ്റേഷനറി ഫേസിലോട്ട് കയറും. അതായത് വീണ്ടും ലാഗ് ഫേസിനോട് സാമാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഗ്രോത്ത് അതിൻ്റെ പീക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേഷനറി ഫേസ് ആണ്. അപ്പം ഈ ഒരു ഫേസ് ഇപ്പോൾ ഈ പറഞ്ഞ ലാഗ്, ലോഗ്, സ്റ്റേഷനറി ഫേസ്, ഈ 3 ഫേസിൽ ഏത് ഫേസിലാണോ മൈക്രോ ഓർഗാനിസം നിൽക്കുന്നത് ആ ഫേസിനനുസരിച്ചിട്ടും ഡിസിൻഫെക്റ്റൻസിൻ്റെ ആക്ഷനിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. നോക്കാം, when organism is actively dividing in the log phase of the growth they are more sensitive to the antimicrobial agents. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആന്റിമൈക്രോബിയൽ ഏജൻസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഏത് ഫേസിൽ, ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഏത് ഫേസിൽ നിൽക്കുമ്പോഴായിരിക്കും അത് ഉപയോഗിക്കേണ്ടത്, അത് അവയുടെ ലോഗ് ഫേസിൽ നിൽക്കുമ്പോൾ വേണം ഉപയോഗിക്കാൻ, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, സോ 3 ഫേസ് ഏതൊക്കെയാണ്? ലാഗ്, ലോഗ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. അതിലെ ലോഗ് ഫേസിൽ നിൽക്കുമ്പോൾ വേണം നമ്മൾ എന്ത് ഉപയോഗിക്കാനായിട്ട്, ആന്റിമൈക്രോബിയൽ ഏജൻസ് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ
ഈ ഓരോ ഫേസിന്റെ സമയത്തും ഈ വൈറസിന്റെ ഉള്ളിൽ നടക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള കോമ്പോസിഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ പറഞ്ഞ ഒരു ചേഞ്ചിന് കാരണം. അപ്പോൾ ലാഗ് ഫേസിൽ ഇരിക്കുമ്പോൾ ഉള്ള കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കത്തില്ല ലോഗ് ഫേസിലോട്ട് പോയി കഴിയുമ്പം. അത് ഇവിടെ പറയുന്നത് സെൻസിറ്റിവിറ്റി ഈസ് ഡ്യൂ ടു എ മൈനർ ഇന്റർഫറൻസ് വിത്ത് ദി റെപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ഹാവിംഗ് എ പ്രൊഫൗണ്ട് എഫക്ട് ഓൺ ദി കണ്ടിന്യൂഷൻ ഓഫ് ഹൈ മെറ്റബോളിക് ആക്ടിവിറ്റി. അതായത് ഈ ലോഗ് ഫേസിൽ നിൽക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ സിന്തസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയം വേണം നമ്മൾ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ഉപയോഗിക്കാൻ. അപ്പോൾ മാത്രമേ ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഈ പറഞ്ഞ ന്യൂക്ലിക് ആസിഡ് റെപ്ലിക്കേഷനെയും പ്രോട്ടീൻ സിന്തസിനെയൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ലോഗ് ഫേസിലും സ്റ്റേഷനറി ഫേസിൽ നിൽക്കുമ്പം നമ്മൾ ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിച്ചാൽ അത് ഒരു തരത്തിലും ഗുണം ഉണ്ടാവത്തില്ല. സോ എപ്പോഴും ഏത് ഫേസിൽ നിൽക്കുമ്പോഴായിരിക്കും ഉപയോഗിക്കുന്ന ബെറ്റർ ലോഗ് ഫേസ്. അടുത്തത് പ്രീവിയസ് ഹിസ്റ്ററി. ഇപ്പം നമുക്കിപ്പം എന്തെങ്കിലും ഈ ഒരു മൈക്രോ ഓർഗാനിസം ബേസ്ഡ് എന്തെങ്കിലും ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. സോ previous history usually increase the resistance towards the disinfectants due to some change in the microbial cell. ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ കേസിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ആ ഒരു കോഴ്സ് ഡ്യൂറേഷൻ, അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ആ ഒരു നമുക്ക് എത്ര ദിവസത്തേക്കാണോ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫുൾ പീരീഡ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ മരുന്ന് നമുക്ക് അസുഖം മാറിക്കഴിയുമ്പോൾ പെട്ടെന്ന് നിർത്തല്ലേ, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സിൻ്റെ കേസ് നിർത്തല്ലേ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈം നമുക്ക് അതേ മൈക്രോ ഓർഗാനിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു എന്തായാലും ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അടുത്ത ഇൻഫെക്ഷൻ വരാനായിട്ട്. ആ സമയത്തിനുള്ളിൽ ഈ മൈക്രോ ഓർഗാനിസത്തിൽ ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ അതേ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസം ഓൾറെഡി നമ്മളൊരു ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതേ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടി വീണ്ടും ആ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിനുള്ള ചാൻസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസം റെസിസ്റ്റൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രീവിയസ് ഹിസ്റ്ററി യൂഷ്വലി ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ടുവേർഡ്സ് ദ ഡിസിൻഫെക്റ്റൻറ്റ് ഡ്യൂ ടു സം ചേഞ്ച് ഇൻ ദി മൈക്രോബിയൽ സെല്ല്. എന്തെങ്കിലും ഒരു കെമിക്കൽ മെക്കാനിസം വഴി ആയിരിക്കാമല്ലോ ഈ ഡിസിൻഫെക്റ്റൻസ് പോയിട്ട് ഈ മൈക്രോബ്സിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ അടുത്ത ടൈം നമ്മൾ ഇതേ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്തിൽ ഈ മൈക്രോബിയൽ സെൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. ആ വ്യത്യാസങ്ങൾ കൊണ്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ഇതേ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്താൽ എന്തിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതാണ് പ്രീവിയസ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി അടുത്തത് നേച്ചർ ഓഫ് ദി മീഡിയം. ഓക്കെ, നമ്മൾ ഏത് മീഡിയത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മീഡിയം മേ ബി അക്വസ് ആകാം, നോൺ അക്വസ് ആകാം, അത് രണ്ടെണ്ണമാണല്ലോ പ്രധാനപ്പെട്ടത്. സോ മോസ്റ്റ് ബാക്ടീരിയോസൈഡ്സ് ആർ ആക്റ്റീവ് ഇൻ aqueous solutions than in an organic or oily solvent. അപ്പം മിക്ക ബാക്ടീരിയോസൈഡ്സും ആക്റ്റീവ് ആകുന്നത് ഇൻ aqueous സൊല്യൂഷൻസിലായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ക്ലോർഹെക്സിഡീൻ, ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട് എന്ന് പറയുന്നത് കൂടുതലും ആൽക്കഹോൾ, അത് നോൺ അക്വസ് ആയിട്ടുള്ള ബേസ്ഡ് മീഡിയത്തിലായിരിക്കും കൂടുതൽ ബാക്ടീരിയോസൈഡിനെ ആക്ട് ചെയ്യാൻ കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ ഇഷ്ടം. അക്വസിനെ വെച്ച് നോക്കുമ്പം നോൺ അക്വസ് മീഡിയമാണ് എപ്പോഴും ബാക്ടീരിയസൈഡ്സ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് ക്ലോർഹെക്സിഡിൻ ഒരു ആന്റിസെപ്റ്റിക് ആണ്, ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട്സ്, ഇവയ്ക്കൊക്കെ കൂടുതൽ ഇഷ്ടം എന്താണ്, അക്വസ് സൊല്യൂഷനേക്കാളും എന്താണ്, ആൽക്കഹോൾ ബേസ്ഡ് സൊല്യൂഷൻ. ഇപ്പോൾ 17% ആൽക്കഹോളിലായിരിക്കും ഇവ ഇതിൻ്റെ കൂടുതൽ എഫക്റ്റീവ്നെസ് കാണിക്കുന്നത്. അടുത്തത് ഇനോക്കുലത്തിൻ്റെ സൈസ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദി വയബിൾ ആൻഡ് ദ ഡെഡ് സെൽ നമ്പർ ഇൻ ദ ഇനോക്കുലം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയയിൽ എത്ര വയബിൾ ഓർഗാനിസം ഉണ്ട്, എത്ര ഡെഡ് ഓർഗാനിസം ഉണ്ട്, ഡെഡ് സെല്ലുകളുണ്ട്, അവയുടെ എണ്ണവും ഡിസിൻഫെക്ഷൻസും തമ്മിൽ എന്തിനുണ്ട്, റിലേഷനുണ്ട്. If a bactericide is only slightly soluble, its solution could become more seriously depleted due to the take-up of chemical by dead cell and the reduction of antimicrobial activity. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ മീഡിയത്തിൽ ഡെഡ് സെല്ലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആ ഡെഡ് സെല്ലുകൾ എന്ത് ചെയ്യും, അതിലുള്ള കെമിക്കൽസിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അങ്ങനെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി കുറയും. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഇനോക്കുലത്തിലെ ലിവിങ് സെല്ലുകളുടെയും ഡെഡ് സെല്ലുകളുടെയും എണ്ണവും എന്തിനെ ഡിപ്പെൻഡൻ്റ് ആണ്, അതിനനുസരിച്ചിട്ടും നമ്മുടെ ഡിസിൻഫെക്റ്റൻസ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസിൻഫെക്റ്റൻസ്. ഇപ്പോൾ നമ്മൾ ഐഡിയൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പറഞ്ഞു. എത്രത്തോളം വേണം, എത്ര എമൗണ്ട് ഡിസിൻഫെക്റ്റൻ്റ് എടുത്താലാണ് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു എഫക്റ്റ് കിട്ടുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ റേറ്റ് ഓഫ് കില്ലിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ.
അതായത് അളവ് കൂടുന്തോറും റേറ്റ് ഓഫ് കില്ലിങ്ങും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ml എടുത്ത് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല 10 ml ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഈ ഇത് ചെയ്യുന്നത്, ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ 1 ml എടുക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് ആയിരിക്കത്തില്ല 10 ml കിട്ടുന്നത്. കാരണം 10 ml കോൺസെൻട്രേഷൻ കൂടുമ്പം അല്ലെങ്കിൽ അളവ് കൂടുമ്പം ഡിസിൻഫെക്ഷൻ്റെ റേറ്റും എന്ത് ചെയ്യും, കൂടും എന്നാണ് പറയുന്നത്. സോ കോൺസെൻട്രേഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ് ആൻഡ് ദ ടൈം റിക്വയർഡ് ടു കിൽ ദ ഓർഗാനിസം ഹാസ് ആൻ എക്സ്പോണൻഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് കോൺസെൻട്രേഷൻ കൂടിയാൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഡിസിൻഫെക്റ്റൻ എഫക്റ്റും എന്ത് ചെയ്യും, കൂടും. ഇനി ഫാക്ടേഴ്സ് കണക്റ്റഡ് വിത്ത് ദി ഓർഗാനിസം ആൻഡ് ദ റിയാക്ഷൻ മീഡിയം. ഇനി ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നമ്മൾ ഓർഗാനിസവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫാക്ടേഴ്സ് പറഞ്ഞു. സ്ട്രെയിന്, സ്പീഷീസ്, ഇനോക്കുലത്തിൻ്റെ സൈസ്, അതിലുള്ള ഡെഡ് സെല്ലുകളുടെ എണ്ണമാണോ കൂടുതൽ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. ഇനി അടുത്ത ടെമ്പറേച്ചർ എങ്ങനെയാണ് ഈ ഒരു എഫക്റ്റിനെ കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ നോക്കാം. ആസ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് എ ബാക്ടീരിയസൈഡ് ഇൻക്രീസ് ദ വെലോസിറ്റി ഓഫ് ദി ബാക്ടീരിയസൈഡൽ ആക്ഷൻ. ടെമ്പറേച്ചറിനും എന്ത് എഫക്റ്റ് ആണ്, പോസിറ്റീവ് എഫക്റ്റ് ആണ്. അത് ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും, കൂട്ടും. അടുത്തത് ടൈം ഓഫ് കോണ്ടാക്ട്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അളവ് കൂട്ടുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഡിസിൻഫെക്ഷൻ്റെ ആക്ഷനും കൂടും. പിന്നെ ടെമ്പറേച്ചറിനും എന്താണ്, ഡയറക്റ്റ് റിലേഷൻ ആണ്. ടെമ്പറേച്ചർ കൂടിയാലും നമ്മുടെ ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അടുത്തത് ടൈം ഓഫ് കോണ്ടാക്ട്, എത്ര സമയം ആ ഡിസിൻഫെക്റ്റൻസിന് നമ്മൾ ഇപ്പം ഡിസിൻഫെക്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഅനിമേറ്റ് ഓബ്ജക്ട്സിലാന്ന് പറഞ്ഞു. എത്ര സമയം ആ ഒരു ഏരിയയിൽ അതിന് ടൈം ഓഫ് കോണ്ടാക്ട് വരുന്നുണ്ട്, അതിനനുസരിച്ചും ഡിസിൻഫെക്റ്റൻസിൽ വ്യത്യാസം വരും. സോ സഫിഷ്യൻറ്റ് ടൈം ഓഫ് കോണ്ടാക്ട് മസ്റ്റ് ബി ദെയർ ഫോർ ദ ഡിസിൻഫെക്റ്റൻറ്റ് ആക്ഷൻ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ ഏതെങ്കിലും ഒരു തറയിലായിരിക്കും നമ്മൾ ഉപയോഗിച്ച്, അവിടെ അത് എത്ര സമയം ആ ഒരു പ്രതലവുമായിട്ട് അത് കോണ്ടാക്റ്റിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു സഫിഷ്യൻറ്റ് ടൈം കിട്ടണം അവിടെ ആക്ട് ചെയ്യാനായിട്ടുള്ളത്, അല്ലേ? ആ സമയം കിട്ടിയാലേ ഡിസിൻഫെക്റ്റൻസിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ട് ആക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ അതാണ് ടൈം ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതും ഒരു ഫാക്ടറാണ് ഇൻഫ്ലുവൻസിങ് ദി ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ. ഡിസിൻഫെക്ഷൻ ഏത് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കാം. MCQസിൽ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസിൻഫെക്ഷൻ എപ്പോഴും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ടൈം ഓഫ് കോണ്ടാക്റ്റും ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. അടുത്ത pH, അതും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇൻഫ്ലുവൻസിങ് ദ ഡിസിൻഫെക്ഷൻ. The optimum pH for the growth of bacteria is 6 to 8. അതായത് ബാക്ടീരിയയ്ക്ക് കൂടുതൽ വളരാൻ താല്പര്യമുള്ള ഒരു pH എന്ന് പറയുന്നത് 6 to 8ലാണ്. So pH during the disinfection process affect the rate of the growth of microorganism, degree of ionization of the agent and its potency. So pH, മൈക്രോബ്സിന് ഒപ്റ്റിമം pH വേണ്ടത് ഇത്രയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡിസിൻഫെക്റ്റൻസിൻ്റെ ആക്ഷൻ, ഇപ്പം നമ്മൾ ഡ്രഗ്സിൻ്റെ കേസ് നമ്മൾ പറയാറില്ലേ, ഡ്രഗ്സ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അയണൈസ്ഡ് ഫോമിൽ നിൽക്കാം, അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കാം. അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിലേക്ക് ആ ഡ്രഗിന് കൂടുതൽ അബ്സോർപ്ഷൻ വരുന്നത് ദാൻ വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് ദി അയണൈസ്ഡ് ഫോം, ഇല്ലേ? അപ്പം അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് ദി ഏജൻറ്റും അതും ഒരു ഫാക്ടറാണ്. So adsorption of antimicrobial at the cell surface, phenol, benzoic acid, salicylic acid, ഇതൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റൻസിന് എക്സാമ്പിളായിട്ട് പഠിക്കുന്ന കോമ്പൗണ്ടുകളാണ്. ഇവയെല്ലാം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡിസിൻഫെക്റ്റൻറ്റ് ഏജൻറ്റുകളിൽ ഏത് ഫോമിലാണ് നിൽക്കുന്നത്, അയണൈസ്ഡിലാണോ അൺഅയണൈസ്ഡ് ഫോമിലാണോ, അതിനനുസരിച്ചിട്ടും അവയുടെ പൊട്ടൻസിയിൽ വ്യത്യാസം വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫീനോള്, ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ഒക്കെ ആക്റ്റീവ് ആകുന്നത് ഏത് ഫോമിൽ നിൽക്കുമ്പോഴാണ്, അൺഅയണൈസ്ഡ് ഫോമിലാണ്. അപ്പോഴായിരിക്കും അവർ മാക്സിമം ആക്ടിവിറ്റിയും കാണിക്കുന്നത് ആൻഡ് അസിഡിക് pHും ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവർക്കൊക്കെ മാക്സിമം പ്രോപ്പർട്ടി കിട്ടത്തുള്ളൂ. pH എന്തായിരിക്കണം, അസിഡിക് ആയിരിക്കണം, ഏത് ഫോമിൽ നിൽക്കണം, അൺഅയണൈസ്ഡ് ഫോമിൽ. ഇനി അക്രിഡിൻ ഡൈസ്, നമ്മുടെ പ്രോഫ്ലേവിനൊക്കെ, അതേപോലെ തന്നെ ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട്, ഇവയൊക്കെ ആക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, അൺഅയണൈസ്ഡ് ഫോമിലായിരിക്കും ആൻഡ് ഷോ മാക്സിമം ആക്ടിവിറ്റി അറ്റ് ആൽക്കലൈൻ pH. അപ്പോൾ ഡിസിൻഫെക്റ്റൻസിന് എല്ലാവരും ഒരേപോലല്ല ആക്ട് ചെയ്യുന്നത്. ഒരു കൂട്ടർക്ക് അസിഡിക് മീഡിയം വേണം, അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കണം. മറ്റു കുറച്ച് കാറ്റഗറീസ് ഓഫ് ഡിസിൻഫെക്റ്റൻസിന് ആൽക്കലൈൻ മീഡിയം ആവശ്യമാണ്, അയണൈസ്ഡ് ഫോമിൽ നിൽക്കണം. സോ ദീസ് ആർ ഓൾ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എ ഡിസിൻഫെക്ഷൻ പ്രോസസ്സ്. ഓക്കെ,
ഇനി അടുത്തത് പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് അതർ ഇനാക്ടിവേറ്റേഴ്സ്. ഇപ്പം നമ്മൾ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യുമ്പം അതിനെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനെ പൊട്ടൻഷ്യേറ്റ് ചെയ്യാൻ ചില സാധനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനെ ഹിൻഡർ ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അതിൽ ഒന്നാണ് ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ പ്രസൻസ്. സോ ഓർഗാനിക് മാറ്റേഴ്സ് ക്യാൻ അബ്സോർബ് ദി ആൻറ്റി മൈക്രോബിയൽ ഏജന്റ് വിച്ച് കോസസ് എ റിഡക്ഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് ഡിസിൻഫെക്റ്റന്റ്. ഇപ്പം ചില ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യും, ഈ നമ്മൾ ഉപയോഗിച്ച ഡിസിൻഫെക്റ്റൻസിനെ അവ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും ഈ ഓർഗാനിക് മാറ്റേഴ്സ്. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി എന്തുണ്ടാവില്ല, കിട്ടത്തില്ല. ഇപ്പോൾ ഹൈപ്പോക്ലോറൈറ്റ് ആൻഡ് ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ദി അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് ഓർഗാനിക് മാറ്റേഴ്സ് എങ്ങനെയാണ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി കുറയ്ക്കുന്നതെന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോക്ലോറൈറ്റ്, ഫോർമാൽഡിഹൈഡ് പോലുള്ള കോമ്പൗണ്ടുകൾ, ഇതെല്ലാം ഡിസിൻഫെക്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇവ എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകും, കോസസ് റിഡക്ഷൻ ഇൻ ദെയർ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഇൻ ബ്ലഡ്, പസ് ഓർ ഡെഡ് സെൽസ്. ഓക്കെ, ഇനി സോ ഓർഗാനിക് മാറ്റേഴ്സ് മേ ഗിവ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ടു ദി ബാക്ടീരിയൽ സെൽ. അപ്പം ഓർഗാനിക് മാറ്റേഴ്സ് ബാക്ടീരിയൽ സെല്ലുകൾക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് എന്ത് കുറയുന്നു, നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി കുറയ്ക്കുന്നു. ബാക്ടീരിയയ്ക്ക് ഫേവർ ആകുന്ന രീതിയിലായിരിക്കും അവ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അടുത്ത ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് സർഫസ് ടെൻഷൻ എങ്ങനെയാണ് ഈ ഡിസിൻഫെക്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, സർഫസ് ടെൻഷനെ നമുക്കറിയാലോ, സർഫാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ ദി ഏജൻസ് വിച്ച് വിൽ റെഡ്യൂസ് ദി സർഫസ് ടെൻഷൻ. സോപ്പ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് വരത്തില്ലേ. സോ സർഫാക്റ്റൻസ് അല്ലെങ്കിൽ സോപ്പ്, അവയ്ക്ക് എന്തെങ്കിലും ഡിസിൻഫെക്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? So surfactants or soap when added to the disinfectant solution reduce the surface tension, helps in the faster penetration of the disinfectant to the bacterial cell and increase its cell action. ഇപ്പം നമ്മൾ ഓർഗാനിക് മാറ്റേഴ്സ് നമുക്ക് മോശമാണ്, അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സ് നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്നെങ്കിൽ സർഫാക്റ്റൻസ് ആയിട്ടുള്ള സോപ്പ് പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ നമ്മുടെ സർഫസ് ടെൻഷൻ കുറച്ചും കൂടെ പെനിട്രേഷൻ എളുപ്പമാക്കുന്നു. പെനിട്രേഷൻ കുറച്ചും കൂടെ എളുപ്പമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയസൈഡൽ ആക്ഷനും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ആസ് ദ എമൗണ്ട് ഓഫ് സോപ്പ് ഓർ സർഫാക്റ്റൻസ് ആഡഡ് increase the surface tension decreases with a corresponding decrease in the extension time. So നമ്മൾ സോപ്പ് വിത്ത് ക്രിസോൾ സൊല്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ സോപ്പ് വിത്ത് ക്രൂഡ് ഫിനോൾ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ക്രിസോളൊക്കെ. അപ്പം എന്തിനാണ് നമ്മൾ സോപ്പൊക്കെ ആഡ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്, സർഫസ് ടെൻഷൻ കുറച്ച് പെനിട്രേഷൻ കൂട്ടി ബാക്ടീരിയസൈഡൽ പ്രോപ്പർട്ടി. ക്രിസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ സോപ്പിന്റെ ഉപയോഗം അവിടെ എന്താണ്, സർഫാക്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പെനിട്രേഷൻ കൂട്ടും, സർഫസ് ടെൻഷൻ കുറച്ച് പെനിട്രേഷൻ കൂട്ടി ബാക്ടീരിയസൈഡൽ പ്രോപ്പർട്ടി ഡബിൾ ആക്കും. ഇനി നമ്മൾ അടുത്ത ഫാക്ടർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രതലം, ആ സർഫസിന്റെ നേച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അൺഈവൻ, പോറസ് ഓർ ക്രാക്ക്ഡ് സർഫസ് റെസിസ്റ്റ് ദി കെമിക്കൽ ഡിസിൻഫെക്ഷൻ. ഓക്കെ, ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞ അല്ലെങ്കിൽ ഒട്ടും ഈവൻ അല്ലാത്ത അൺഈവൻ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഡിസിൻഫെക്റ്റന്റ് ഏജൻസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് ഈ കെമിക്കൽ ഡിസിൻഫെക്ഷൻസിന് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ആക്സസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഡീപ്ലി സിറ്റുവേറ്റഡ് ബാക്ടീരിയൽ ഫ്ലോറ ഓൺ ദ സ്കിൻ റിമെയിൻസ് അൺഅഫക്റ്റഡ് ബൈ ആന്റിസെപ്റ്റിക്സ് അപ്ലൈഡ് ഓൺ എ സ്കിൻ സർഫസ്. ഇപ്പം നമ്മൾ പുറമേ മാത്രമേ പുരട്ടുന്നുള്ളൂ, ഉള്ളിലോട്ടുള്ള ഡീപ്പർ ടിഷ്യൂസിലൊക്കെയാണ് ഈ ബാക്ടീരിയയുടെ അളവ് കൂടുതലെങ്കിൽ പുറമേ നമ്മൾ പുരട്ടിയിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നേച്ചർ ഓഫ് ദി സർഫസ് ടു ബി ഡിസിൻഫെക്റ്റഡ്, ഏത് ഏരിയ ആണ് നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടത് ആ ഏരിയയുടെ ഒരു പ്രത്യേകതകളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അൺഈവനോ അല്ലെങ്കിൽ പോറസോ ക്രാക്കഡോ ഒക്കെ ആണെങ്കിൽ കെമിക്കൽ ഡിസിൻഫെക്ഷൻ കുറയും എന്നാണ് പറയുന്നത്. ഇനി ഡീപ്പർ ടിഷ്യൂസിലോട്ടൊക്കെയാണ് നമുക്ക് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി കിട്ടേണ്ടതെങ്കിൽ പുറമെ സൂപ്പർഫിഷ്യൽ ലെയേഴ്സിൽ നമ്മൾ ആൻറ്റിസെപ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാൻ പോകുന്നില്ല. അപ്പം അപ്ലൈ ചെയ്യുന്ന ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് അതർ ഫാക്ടേഴ്സ്.
ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻസിലെ ചില കെമിക്കൽ, ഇപ്പം നമ്മൾ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് പറയത്തില്ലേ, ഇപ്പം നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പറയത്തില്ലേ, ഇപ്പം ഇന്ന ഒരു കോമ്പൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഡയൂറിറ്റിക്സിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ആ സൾഫോമോയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലോറിൻ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെയാണ് അവയുടെ ഡയൂറിറ്റിക് ആക്ടിവിറ്റിയെ കൂട്ടുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻസിന്റെ കെമിക്കൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില പർട്ടിക്കുലർ ഗ്രൂപ്പൊക്കെ നെസസറി ആണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. മോഡിഫിക്കേഷൻ ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഡിസിൻഫെക്റ്റൻസ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എഫക്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന നിലവിലുള്ള ഡിസിൻഫെക്റ്റൻസിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതും ഉണ്ടാകും, അതേസമയം നമ്മുടെ ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ കുറയാനും ചാൻസ് ഉണ്ട്. So, substitution of straight alkyl chain up to 6 carbon at para position to the phenolic OH increase the activity of the disinfectants. അങ്ങനെ ചില കെമിക്കൽ മോഡിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സ്ട്രേറ്റ് ആൽക്കൈൽ ചെയിൻ, ഒരു 6 കാർബൺ ആറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അറ്റ് ദ പാരാ പൊസിഷൻ ടു ദി ഫിനോളിക് OH. ഫിനോളിക് OH ഗ്രൂപ്പിന്റെ പാരാ പൊസിഷനിലായിട്ട് നമ്മളൊരു 6 കാർബൺ സ്ട്രേറ്റ് ആൽക്കൈൽ ചെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അതെന്ത് ചെയ്യും, ദാറ്റ് വിൽ ഇൻക്രീസ് ദി ആക്ടിവിറ്റി ഓഫ് ദ ഡിസിൻഫെക്റ്റൻസ്. നിലവിലുള്ള ഡിസിൻഫെക്റ്റൻസിന്റെ ഏതെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് എടുത്തിട്ട് അതിന്റെ ഫിനോളിക് പൊസിഷന് പാരാ പൊസിഷനിലായിട്ട്, ഫിനോളിക് OHന് പാരാ പൊസിഷനിലായിട്ട് ഒരു എന്ത് ചെയ്യാണ്, 6 കാർബൺ ഒരു സ്ട്രേറ്റ് ആൽക്കൈൽ ചെയിൻ കൊണ്ടുവന്നാൽ അത് ഡിസിൻഫെക്റ്റന്റ് ആക്ടിവിറ്റിയെ കൂട്ടും എന്നാണ് പറയുന്നത്. ഇനി സ്ട്രേറ്റ് ചെയിനുകളായിരിക്കും, മോർ ദാൻ 6 കാർബൺ ആറ്റംസ് ഇൻ ലെങ്ത് വിൽ ഡിക്രീസ് ദ ആക്ടിവിറ്റി ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ സോളിബിലിറ്റി. ഇനി സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവയുടെ സോളിബിലിറ്റി കുറവായിരിക്കും. നമ്മൾ ഐഡിയൽ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് സോളിബിലിറ്റി വേണം എന്നുള്ളത്. സോ 6 കാർബണിൽ കൂടുതലുള്ള സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ടുകൾക്ക് സോളിബിലിറ്റി കുറയും. സോളിബിലിറ്റി കുറഞ്ഞാൽ അത് ഡിസിൻഫെക്ഷനെ ബാധിക്കും. പിന്നെ സ്ട്രേറ്റ് ചെയിൻ ഷോ ഗ്രേറ്റർ ആക്ടിവിറ്റി ദാൻ ബ്രാഞ്ചഡ് ചെയിൻസ്. ഇവിടെ 6 കാർബണിൽ കൂടിയാലാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. അല്ലാത്ത പക്ഷം എപ്പോഴും സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ടുകൾക്കായിരിക്കും കൂടുതൽ ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി ദാൻ ദാറ്റ് ഓഫ് ദി ബ്രാഞ്ചഡ് ചെയിൻസ്. പിന്നെ ചില ഗ്രൂപ്പുകളുടെ പ്രസൻസ്, നൈട്രേഷൻ, ഹാലോജിനേഷൻ വിൽ ഇൻക്രീസ് ദ ആക്ടിവിറ്റി ആൻഡ് ടോക്സിസിറ്റി ഓഫ് ദി ഫിനോളിക് ഡിസിൻഫെക്റ്റൻസ്. നമ്മൾ ഇത് പഠിച്ചപ്പം ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ഫിനോളിക് കോമ്പൗണ്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫിനോളിക് കോമ്പൗണ്ടുകളിൽ നൈട്രേഷനോ അല്ലെങ്കിൽ ഹാലോജിനേഷനോ ചെയ്യുന്ന വഴി അതിൻ്റെ ആക്ടിവിറ്റി കൂടുന്നു അല്ലെങ്കിൽ ടോക്സിറ്റി കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് ഓർത്തോ ടു ദി OH പൊസിഷൻ ആൻഡ് ഹാലജൻ അറ്റ് ദി പാരാ പൊസിഷൻ വിൽ ഇൻക്രീസ് ദി ആക്ടിവിറ്റി. സോ ദീസ് ആർ ദി എന്താണ് ഡിസിൻഫെക്റ്റൻസിന്റെ കെമിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അവയുടെ ആ ഒരു ആക്ഷൻ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മൾ ഫാർമക്കോളജിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഈ പൊട്ടൻഷിയേഷൻ, സൈനർജിസം, ആന്റഗോണിസം എന്നുള്ളത്. സോ ആദ്യം നമുക്ക് പൊട്ടൻഷിയേഷൻ എന്താണെന്ന് നോക്കാം. പൊട്ടൻഷിയേഷൻ ഓഫ് എ ഡിസിൻഫെക്ഷൻ ലീഡ് ടു ദി എൻഹാൻസ്ഡ് ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറയും ക്രിസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ. അവിടെ സോപ്പും കൂടെ ചേരുമ്പോൾ, സർഫാക്റ്റന്റ് ആയിട്ടുള്ള സോപ്പും കൂടെ ചേരുമ്പോൾ നമ്മുടെ ക്രിസോൾ എന്ന് പറയുന്ന ഡിസിൻഫെക്റ്റന്റിന്റെ ആന്റിസെപ്റ്റിക്കിന്റെ എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടി എൻഹാൻസ് ആവുന്നു അല്ലെങ്കിൽ പൊട്ടൻഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ വെൻ ടു ആന്റിമൈക്രോബിയൽ ഏജൻസ് വർക്ക് ടുഗദർ സൈനർജിസ്റ്റിക് എഫക്റ്റ് ആർ എക്സിബിറ്റഡ്. ഇപ്പം പൊട്ടൻഷിയേറ്റ് ചെയ്യാൻ അവിടെ ആരും കൂടെ വന്നു, ഒരു സർഫാക്റ്റന്റും കൂടെ വന്നപ്പോൾ ഇയാളുടെ എഫക്റ്റ് എന്തായി, ഡബിൾ ആയി. ഇനി സൈനർജിസ്റ്റിക് ആക്ഷൻ എന്താ ചെയ്യുന്നത്, 2 ആന്റിമൈക്രോബിയൽസ് ഒരുമിച്ച്, ഇപ്പം നമ്മൾ ആന്റിബയോട്ടിക്സിൽ പറയുകയാണെങ്കിൽ ട്രൈമെത്തോപ്രിമും സൾഫാമെത്തോക്സോളും തമ്മിൽ എന്ത് എഫക്റ്റ് ആണ്, സൈനർജിസ്റ്റിക് ആക്ഷൻ ആണ്. 2 ആന്റിബയോട്ടിക്കുകൾ കൂടി ചേർന്നപ്പോൾ അവയിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് എന്താണ്, ഡബിൾ ആവുകയാണ്. സോ അതാണ് ഇവിടെ 2 ആന്റിമൈക്രോബിയൽ ഏജൻസ് വർക്ക് ചെയ്യുമ്പം സൈനർജിസ്റ്റിക് എഫക്റ്റ് കിട്ടും. പൊട്ടൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ പ്രസൻസിൽ നമ്മുടെ ആന്റിമൈക്രോബിയൽ ഏജന്റിന്റെ എഫക്റ്റ് കുറച്ചും കൂടെ കൂടുന്നു. ഇവിടെ ഡിസിൻഫെക്റ്റൻസിനെ സഹായിക്കാനായിട്ട് ആര് വന്നു, സർഫാക്റ്റൻസ് വന്നു. ഇനി ആന്റഗോണിസം എന്നുള്ള ഇപ്പം പൊട്ടൻഷിയേഷനായി, സൈനർജിസമായി. ഇനി എന്താണ് ആന്റഗോണിസം? ആന്റഗോണിസം ലീഡ് ടു ദി ഡിക്രീസ്ഡ് ആന്റിമൈക്രോബിയൽ കണ്ടക്ടിവിറ്റി. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റിയെ കൂട്ടുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ചിലതിൻ്റെയൊക്കെ പ്രസൻസ് നമ്മുടെ ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി കുറയ്ക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഓർഗാനിക് മാറ്റേഴ്സിന്റെ പ്രസൻസ് എപ്പോഴും ബാക്ടീരിയയ്ക്ക് ഫേവർ ആണ്, നമുക്ക് പാരയാണ്. അതായത് ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി കുറയുന്നതായിട്ടാണ് കാണുന്നത്. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ആന്റഗോണിസം എന്ന് വിളിക്കും. ക്രിസോൾ വിത്ത് സോപ്പ് സൊല്യൂഷൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, പൊട്ടൻഷിയേഷൻ ആണ്. 2 ആന്റിമൈക്രോബിയൽസ് കമ്പൈൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെന്ത് വിളിക്കും, നമ്മൾ സൈനർജിസ്റ്റിക്
സിനർജിസ്റ്റിക് എഫക്റ്റ് എന്ന് വിളിക്കാം. സോ ഈ 3 ടേമും പഠിച്ചിരിക്കുക, ഓർത്ത് വെക്കുക. സോ ഇത്ര ഉള്ളൂ നമ്മുടെ ഡിസിൻഫെക്റ്റൻസിൻ്റെ ഡെഫിനീഷൻ, ക്ലാസിഫിക്കേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ്. ഇപ്പോൾ ഫാക്ടേഴ്സ് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. നമ്മളൊരു ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് അതിന് ഇപ്പം നമ്മൾ കോസ്മെറ്റിക് പ്രിപ്പറേഷൻസിനൊക്കെ നമ്മൾ ഇവാലുവേഷൻ ടെസ്റ്റ് പഠിക്കത്തില്ലേ? ഷാംപൂ ആയാലും നെയിൽ പോളിഷ് ആയാലും ലിപ്സ്റ്റിക് ആയാലും എല്ലാത്തിനും നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇതേപോലെ തന്നെ ഡിസിൻഫെക്റ്റൻസ് മാർക്കറ്റിൽ ഇറങ്ങുന്നേക്കാൾ മുമ്പ് നമുക്ക് അവയുടെ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ഇപ്പം 2 തരത്തിലുള്ള ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്ടീരിയോ സ്റ്റാറ്റിക്കും ഉണ്ട്, ബാക്ടീരിയസിഡൽ ടെസ്റ്റും ഉണ്ട്. ഈ ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനെ കുറയ്ക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ബാക്ടീരിയോ സ്റ്റാറ്റിക് ആക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് സീരിയൽ ഡൈലൂഷൻ. ഇൻ ഫ്ലൂയിഡും ഉണ്ട്, സോളിഡ് മീഡിയ ഉണ്ട്. പിന്നെ ഇതും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഈ കപ്പ്ലൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കപ്പ്ലൈറ്റ് മെത്തേഡ്, ഫിഷ് സ്പൈൻ ബീഡ്, പിന്നെ സിലിണ്ടറിക്കൽ ആൻഡ് ഫിൽറ്റർ പേപ്പർ മെത്തേഡ്. ഓക്കെ, ഇനി ബാക്ടീരിയസിഡൽ എഫക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് കില്ലിംഗ് പ്രോപ്പർട്ടി ഉണ്ടോ, മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. റിഡൽ വാക്കർ ടെസ്റ്റ്, ചിക്ക് മാർട്ടിൻ ടെസ്റ്റ് ആൻഡ് കെൽസി സൈക്സ് മെത്തേഡ്. സോ ഇതാണ് നമ്മൾ ഇവാലുവേഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസിൽ പഠിക്കുന്നത്. ബാക്ടീരിയോ സ്റ്റാറ്റിക്കും ഉണ്ട്, ബാക്ടീരിയോ സിഡലും ഉണ്ട്. ആദ്യം നമുക്ക് ബാക്ടീരിയോ സ്റ്റാറ്റിക് എഫക്റ്റ് നോക്കാം. സോ ബാക്ടീരിയോ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, എബിലിറ്റി ഓഫ് ദി ഡിസിൻഫെക്റ്റൻസ് ടു പ്രിവെന്റ് ദി ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. നമ്മൾ മാർക്കറ്റിലോട്ട് ഒരു പുതിയ ഡിസിൻഫെക്റ്റന്റ് ഇറക്കാൻ പോകണം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമുക്ക് അതിൻ്റെ ബാക്ടീരിയോ സ്റ്റാറ്റിക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഡിസിൻഫെക്റ്റൻസ് മേ ബി ലിക്വിഡ് ആകാം, സെമി സോളിഡ് ആകാം, സോളിഡ് ആകാം. അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഇപ്പം ലിക്വിഡ് ഡിസിൻഫെക്റ്റൻസ് ആണെങ്കിൽ സീരിയൽ ഡൈലൂഷൻ ഇൻ ഫ്ലൂയിഡ് മീഡിയ ഉണ്ട്, സീരിയൽ ഡൈലൂഷൻ ഇൻ സോളിഡ് മീഡിയ ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ കപ്പ് പ്ലേറ്റ് മെത്തേഡ്, ഫിഷ് സ്പൈൻ ബീഡ്, ഫിൽറ്റർ പേപ്പർ മെത്തേഡ്, ഡിഷ് പ്ലേറ്റ് മെത്തേഡ്. സെമി സോളിഡ് ആണെങ്കിൽ കപ്പ് പ്ലേറ്റ് ആൻഡ് ഡിഷ് പ്ലേറ്റ് മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി. സോളിഡ് ഡിസിൻഫെക്റ്റൻസിലാണെങ്കിൽ ഇൻഹിബിഷൻ ഓൺ സിലിഡ് അഗർ. ഈ ഒരു ടേം ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, പക്ഷേ ചിക്ക് മാർട്ടിനും മറ്റേ ഫിനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്ടീരിയോസിഡൽ ആക്ടിവിറ്റി വരുന്നത്. സോ ഇതാണ് സീരിയൽ ഡൈലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഉണ്ട്, സീരിയൽ ഡൈലൂഷൻ. എന്താണ് ഇവിടെ എന്ന് പറയുന്നത്? ഗ്രേഡഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ ടെസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ എ ന്യൂട്രിയൻ മീഡിയം ഈസ് ഇനോക്കുലേറ്റഡ് വിത്ത് ദ ടെസ്റ്റ് ഓർഗാനിസം ആൻഡ് ഇറ്റ് ഈസ് ഇൻകുബേറ്റഡ്. അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഡിസിൻഫെക്റ്റന്റ്, ഇപ്പം ഒരു പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് ഒരു ഡിസിൻഫെക്റ്റന്റ് ഇറക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പല ഗ്രേഡ് അല്ലെങ്കിൽ പല കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൽ ഏത് കോൺസെൻട്രേഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ്, ബാക്ടീരിയോ സ്റ്റാറ്റിക് എഫക്റ്റ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് സീരിയൽ ഡൈലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്? ടെസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ എ ന്യൂട്രിയൻ മീഡിയം ഈസ് ഇനോക്കുലേറ്റഡ് വിത്ത് ദി ടെസ്റ്റ് ഓർഗാനിസം ആൻഡ് ഇറ്റ് ഈസ് ഇൻകുബേറ്റഡ്. ഏത് കോൺസെൻട്രേഷനിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടോ ഇവിടെ പല കോൺസെൻട്രേഷൻ നമ്മൾ ടെസ്റ്റ് സബ്സ്റ്റൻസ് ഡൈലൂട്ട് ചെയ്ത് അതിനകത്തൊരു ഓർഗാനിസം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഏത് കോൺസെൻട്രേഷനിലാണ് കൂടുതൽ മൈക്രോ ഓർഗാനിസം ഡെഡ് ആയത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ 0.25, 0.5, 1.0, 2.0, 4.0, 80, 160 അങ്ങനെ പല കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ടെസ്റ്റ് സബ്സ്റ്റൻസിനെ ഡൈലൂട്ട് ചെയ്ത് ഇനോക്കുലേറ്റ് ചെയ്ത് ഇൻകുബേറ്റ് ചെയ്യാൻ വെച്ചു. നോക്കിക്കേ, ഈ ഒരു ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്മോളർ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചിടത്തൊക്കെ എന്തുണ്ട്? ബാക്ടീരിയയുടെ ഗ്രോത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതേസമയം കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റി? ഗ്രോത്ത് കുറവായി തുടങ്ങി, അല്ലെങ്കിൽ നോ ഗ്രോത്തിലോട്ട് പോയി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺസെൻട്രേഷനും ഡിസിൻഫെക്റ്റൻസും തമ്മിൽ എന്തുണ്ട്? എഫക്റ്റ് ഉണ്ടെന്നുള്ളത് അല്ലേ? അതായത് കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ അതിനനുസരിച്ചുള്ള ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ കിട്ടും. കണ്ടോ, 0.25 ഒക്കെ ഉപയോഗിച്ചിടത്ത് ഒരു എഫക്റ്റും കിട്ടിയില്ല. അതായത് ഡിസിൻഫെക്റ്റൻസിന് അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ഒരുപാട് മൈക്രോബിയൽ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിച്ചു. അതേസമയം കോൺസെൻട്രേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് ഗ്രോത്ത് കുറഞ്ഞു വന്നു, അല്ലെങ്കിൽ നോ ഗ്രോത്തിലോട്ടെത്തി. അപ്പം ഏത് കോൺസെൻട്രേഷനിലാണ്, അതായത് ഇവിടെ ഒരു വാക്കുണ്ട് MIC, അതായത് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ.
ഏത് കോൺസെൻട്രേഷനിൽ ഉപയോഗിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഏത് കോൺസെൻട്രേഷൻ തൊട്ടാണ് ആ ഒരു ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റി ഇതിന് കാണിക്കാൻ തുടങ്ങിയത്, ആ മിനിമം കോൺസെൻട്രേഷൻ ഏതാ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്താൽ മതിയല്ലോ. ചെറിയൊരു കോൺസെൻട്രേഷനിലൊന്നും ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ത്, സീരിയൽ ഡൈലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആ മെത്തേഡിന്റെ ആ ഒരു പ്രൊസീജിയറാണ്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ജസ്റ്റ് എന്താണ് അത് ബാക്ടീരിയോസ്റ്റാറ്റിക് എഫക്റ്റിനാണോ അതോ സിഡൽ എഫക്റ്റിനാണോ എന്നുള്ളത് മാത്രം ജസ്റ്റ് അറിഞ്ഞാൽ മതി. അടുത്ത മെത്തേഡ് സീരിയൽ ഡൈലൂഷൻ മെത്തേഡ് കൂടാതുള്ള മറ്റു മെത്തേഡാണ് കപ്ലേറ്റ്, ഫിഷ് സ്പൈൻ ബീഡ്, സിലിണ്ടറിക്കൽ ഫിൽറ്റർ പേപ്പർ മെത്തേഡ്. ഇതും ബാക്ടീരിയോസ്റ്റാറ്റിക് തന്നെ നോക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. സോ സിമിലർ ടു ദി മെത്തേഡ് യൂസ്ഡ് ഫോർ ദി ആന്റിബയോട്ടിക് അസേ, നമ്മൾ മൈക്രോബയോളജിയിൽ ആന്റിബയോട്ടിക്സിന്റെ അസേ ചെയ്യത്തില്ലേ, അതേ സിമിലർ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. ന്യൂട്രിയൻ അഗാർ ഈസ് മെൽറ്റഡ്, കൂൾഡ് ആൻഡ് ഇനോക്കുലേറ്റഡ് വിത്ത് ദി ടെസ്റ്റ് ഓർഗാനിസം. ഓക്കെ, ഇവിടെ നമുക്ക് ബാക്ടീരിയ വളർത്തണമല്ലോ, ബാക്ടീരിയ ഉള്ള ഒരു മീഡിയത്തിലായിരിക്കണോ ഇത് ആഡ് ചെയ്യേണ്ടത്, എന്നാലേ ബാക്ടീരിയക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അതിൻ്റെ ഗ്രോത്ത് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുവാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളത്. അപ്പം ആദ്യം നമ്മൾ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാനായിട്ട് ഒരു ന്യൂട്രിയൻ അഗാർ മീഡിയ എടുക്കാം. എന്നിട്ട് അതിനെ മെൽറ്റ് ചെയ്ത് കൂൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റ് ഓർഗാനിസം ഏതിപ്പം നമ്മൾ പറഞ്ഞു സ്പീഷീസിനനുസരിച്ചിട്ടും സ്ട്രെയിനനുസരിച്ചിട്ടൊക്കെ ഡിസിൻഫെക്റ്റൻസ് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഓർഗാനിസം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാൽമോണല്ല ടൈഫിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടെസ്റ്റ് ഓർഗാനിസം എടുത്ത് ഈ ന്യൂട്രിയൻ അഗാർ മീഡിയത്തിന് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആൻഡ് പോർഡ് ഇൻ ടു എ സ്റ്റെറൈൽ പെട്രി ഡിഷ്. സോ ഇൻ ദ കപ്ലേറ്റ് മെത്തേഡ് ഇവിടെ നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ അസേയിൽ പറഞ്ഞ മിനിമം ഇൻഹിബിറ്ററി കോൺസ് അല്ലെങ്കിൽ സോൺ ഓഫ് ഇൻഹിബിഷൻ നമ്മൾ അസേ ചെയ്യുന്നതാണ് ലാബിലൊക്കെ. ആ സോൺ ഓഫ് ഇൻഹിബിഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഇൻ ദ കപ്ലേറ്റ് മെത്തേഡ് വെൻ ദ ഇനോക്കുലേറ്റഡ് അഗർ ഈസ് സോൾഡിഫൈഡ്, holes about 8 mm diameter is cut in the medium with a cork borer. അതായത് ഈ പറഞ്ഞ ന്യൂട്രിയൻ അഗർ മീഡിയം മെൽറ്റ് ചെയ്ത് കഴിയുമ്പം അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഹോൾസ് അബൌട്ട് 8 mm ഡയമീറ്റർ. ഇത്ര സ്പെസിഫൈ നോക്കണ്ട, ജസ്റ്റ് എന്താണ് മെത്തേഡ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത് അറിഞ്ഞാൽ മതി. എന്നിട്ട് ഡിസിൻഫെക്റ്റൻസ് നമ്മൾ ഈ ന്യൂട്രിയൻ അഗർ മീഡിയം മെൽറ്റ് ചെയ്ത് കൂൾ ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അതിൽ 8 mm വലിപ്പത്തിലുള്ളൊരു ഹോൾ ഉണ്ടാക്കും. ഈ ഹോളിനകത്തോട്ടാണ് നമ്മൾ ആ ഡിസിൻഫെക്റ്റൻസ് എന്ത് ചെയ്യുന്നത്, ഒഴിക്കുന്നത്. ഓൾറെഡി അതിനകത്ത് എന്തുണ്ട്, നമ്മുടെ ടെസ്റ്റ് ഓർഗാനിസം ഉണ്ട്, അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള അഗറും ഉണ്ട് അല്ലെങ്കിൽ ന്യൂട്രിയൻ അഗറും ഉണ്ട്. അതിലോട്ടാണ് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഡിസിൻഫെക്റ്റൻസ് ആ കുഴിയിലോട്ട് ആ ഹോളിലോട്ട് ഒഴിച്ചു. In other 3 methods, antimicrobial agency is placed on the surface of the solidified agar. അതായത് ഈ കപ്ലേറ്റ് മെത്തേഡ്, ഫിഷ് സ്പൈൻ ബീഡ്, സിലിണ്ടറിക്കൽ ആൻഡ് ഫിൽറ്റർ പേപ്പർ മെത്തേഡിലെല്ലാം ഈ ഒരു മെത്തേഡിൽ മാത്രമേ ഉള്ളൂ. അതായത് കപ്ലേറ്റ് മെത്തേഡിൽ മാത്രം വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ കപ്ലേറ്റ് മെത്തേഡിൽ ഡിസിൻഫെക്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 8 mm ഹോളിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ മെത്തേഡ്സിലും ജസ്റ്റ് സർഫസിലോട്ട് എന്ത് ചെയ്യും, ഡിസിൻഫെക്റ്റൻസ് ഒഴിക്കത്തേ ഉള്ളൂ. പക്ഷേ കപ്ലേറ്റ് മെത്തേഡിൽ മാത്രം ഡിസിൻഫെക്റ്റൻസ് നമ്മൾ ഈ ഒരു 8 mm ഡയമീറ്റർ ആ അത്രയും വ്യാസമുള്ള ഒരു ഹോളിലോട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അതേ ഉള്ളൂ. നമ്മൾ നോക്കുന്ന ഒന്ന് തന്നെയാണ്, എന്താണ്, സോൺ ഓഫ് ഇൻഹിബിഷൻ ആണ് നമ്മളിവിടെ എല്ലായിടത്തും മെഷർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ മെത്തേഡ്, കപ്ലേറ്റ്, ഫിഷ് സ്പൈൻ, സിലിണ്ടറിക്കൽ ഫിൽറ്റർ മെത്തേഡിനകത്ത് ഇതാ കണ്ടോ, ഇവിടെയൊക്കെ ആ മൈക്രോ ഓർഗാനിസം പ്ലസ് ടെസ്റ്റഡ് മൈക്രോ ഓർഗാനിസം വിത്ത് ന്യൂട്രിയൻ അഗാർ മീഡിയം വിത്ത് ഡിസിൻഫെക്റ്റൻസ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ആ സോൺ ഓഫ് ഇൻഹിബിഷൻ ആണ്, ഇതാ സോൺ ഓഫ് ഇൻഹിബിഷൻ. ഓരോ ഡിസിൻഫെക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എന്താ നോക്കി, സോൺ ഓഫ് ഇൻഹിബിഷനിൽ വ്യത്യാസം വരുന്നുണ്ടോ നോക്കിക്കേ. അതായത് ഇതാ ഇവിടെ 1 കോൺസെൻട്രേഷൻ ഉപയോഗിച്ചെടുത്ത് 0.5 ഉപയോഗിച്ചെടുത്ത് 1.5 ഉപയോഗിച്ചെടുത്ത് 2 ഉപയോഗിച്ചെടുത്ത് 2.5 ഉപയോഗിച്ചെടുത്ത് സോൺ ഓഫ് ഇൻഹിബിഷനിൽ വ്യത്യാസം വരുന്ന നോക്കിക്കേ. 0.5 നോക്കിക്കേ, ഇത്രയും ഏരിയയിലെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ആ ഒരു ഡിസിൻഫെക്ഷൻ പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയുള്ളൂ. 1.0 എത്തിയപ്പം കുറച്ചും കൂടി സോൺ ഓഫ് ഇൻഹിബിഷൻ കൂടി. ഇനി 1.5 എത്തിയപ്പം അതിലും കൂടി, 2 എത്തിയപ്പം വീണ്ടും കൂടി, 2.5 എത്തിയപ്പം ഇത്രയും ഏരിയയിൽ നമുക്ക് എന്ത് കിട്ടി, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി കിട്ടി. ഈ ഒരു ഏരിയ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. സോൺ ഓഫ് ഇൻഹിബിഷൻ നമ്മൾ അതിനെ പറയും. ഇൻ ഓൾ കേസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ദ ഡയമീറ്റർ ഓഫ് ദ സോൺ ഓഫ് ഇൻഹിബിഷൻ ഈസ് മെഷേർഡ്. നമ്മൾ ആ സോൺ ഓഫ് ഇൻഹിബിഷന്റെ ഡയമീറ്റർ ആണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത് എല്ലാ മെത്തേഡിനകത്തും. കപ്ലേറ്റ് മെത്തേഡിൽ മാത്രം ഹോൾ ഉണ്ടാക്കി ഡിസിൻഫെക്റ്റൻസ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. മെത്തേഡ് എല്ലാം സിമിലർ തന്നെ, എല്ലായിടത്തും മെഷർ ചെയ്യുന്ന ഫൈനൽ എൻഡ് പോയിന്റ് എന്ത് തന്നെയാണ്, ഡയമീറ്റർ ഓഫ് ദി സോൺ ഓഫ് ഇൻഹിബിഷൻ.
ആൻഡ് ഈ ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ നമുക്ക് എന്താണ് തരുന്നത്, നമുക്ക് എന്താണ് റിസൾട്ട്, അതിന് നമുക്ക് എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദി റിലേറ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ദി ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ടെസ്റ്റ്. നമ്മൾ അത് ഉപയോഗിച്ച ടെസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിനെതിരെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസിൻഫെക്റ്റൻസിന്റെ പൊട്ടൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാൻ പറ്റുന്നു. ബട്ട് ഇറ്റ് ക്യാൻ ഗീവ് ആൾസോ but it can give false indication because the development of inhibition zone depends upon the ability of antimicrobial substance to diffuse through the agar. ഈ ഒരു മെത്തേഡ് നമുക്ക് പക്ക ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് തരുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. കാരണം ചില സമയത്ത് നമുക്ക് ഫോൾസ് റിസൾട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന അഗാർ മീഡിയത്തിലാണ് നമ്മൾ പറഞ്ഞു. ഈ അഗാർ മീഡിയത്തിൽ നമ്മൾ ടെസ്റ്റ് ഓർഗാനിസത്തെ വെക്കുന്നു, അതിനകത്തോട്ടൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റൻസും ആഡ് ചെയ്യുന്നു. നമ്മുടെ ഡിസിൻഫെക്റ്റൻസിന് ഈ അഗാർ മീഡിയത്തിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടെ വേണം. എന്നാൽ മാത്രമേ ഈ ഒരു റിസൾട്ട് നമുക്ക് പക്കയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ഇൻഡിക്കേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ സോൺ ഓഫ് ഇൻഹിബിഷൻ നമ്മൾ ആ ഡയമീറ്റർ ആണല്ലോ മെഷർ ചെയ്യുന്നത്. ഡയമീറ്റർ ഓഫ് ദി സോൺ ഓഫ് ഇൻഹിബിഷൻ അതെപ്പോഴും ഈ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസിന് ഈ അഗാറിലൂടെ ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങി ഇതിനകത്തുള്ള ടെസ്റ്റ് ഓർഗാനിസത്തിനെ കൊല്ലാനുള്ള ചാൻസ് വേണം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഒന്നും അല്ലെങ്കിൽ ആ ഒരു പോയിന്റും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ആക്യുറേറ്റ് ആകണമെന്ന് നിർബന്ധം ഇല്ല. ഇങ്ങനൊരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്കിൽ വരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ മെത്തേഡ്സ് തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ബാക്ടീരിയസിഡൽ ടെസ്റ്റിലോട്ട് പോവാം. അപ്പോൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റി കാണാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ബാക്ടീരിയോസിഡൽ എഫക്റ്റ് കാണാനായിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻസ് ലിക്വിഡ് ആണെങ്കിൽ, സെമി സോളിഡ് ആണെങ്കിൽ, സോളിഡ് ആണെങ്കിലും മെത്തേഡ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ ലിക്വിഡ് ഡിസിൻഫെക്റ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്, ടർബിഡോമെട്രിക് അസസ്മെന്റ് ഉണ്ട്, ഇൻ വൈവോ ടെസ്റ്റുകളുണ്ട്. സെമി സോളിഡ് ഡിസിൻഫെക്റ്റൻസ് ആണെങ്കിൽ എൻ പോയിന്റ് മെത്തേഡുകളാണ്. സോളിഡ് ഡിസിൻഫെക്റ്റൻസിനാണെങ്കിലും എൻ പോയിന്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയസിഡൽ എഫക്റ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മൈക്രോബ്സിന്റെ എണ്ണം കുറയുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്, ജസ്റ്റ് എന്താണ് കില്ല് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതിൽ രണ്ട് മെത്തേഡാണുള്ളത്, എൻ പോയിന്റ് മെത്തേഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ മെത്തേഡ്. എൻ പോയിന്റ് മെത്തേഡ് എന്ന് പറയുമ്പം എക്സ്റ്റൻഷൻ ടൈം ഈസ് ഫിക്സ്ഡ് ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസിൻഫെക്റ്റൻസ് നീഡ് ടു കിൽ in the specified time is determined. നമ്മൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ടിവിറ്റിയിൽ സോൺ ഓഫ് ഇൻഹിബിഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബാക്ടീരിയസിഡൽ എഫക്റ്റിൽ നമ്മൾ എൻ പോയിന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ നോക്കുന്നത് എത്ര കോൺസെൻട്രേഷൻ ആവശ്യം വരുന്നുണ്ട്, അതായത് പൂർണ്ണമായിട്ടും മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ എത്ര കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാലാണ് പർട്ടിക്കുലർ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ സ്പെസിഫിക് കണ്ടീഷനിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാലായിരിക്കും ആ എഫക്റ്റ് കിട്ടുക എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ് നീഡഡ് ടു കിൽ ഇൻ എ സ്പെസിഫൈഡ് ടൈം ഈസ് ഡിറ്റർമൈൻഡ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻഡ് പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഓൾറെഡി നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസിൻഫെക്ഷന് കൊടുത്തിരിക്കുന്ന സമയം 30 മിനിറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, 30 മിനിറ്റ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ 30 മിനിറ്റിനുള്ളിൽ ഏത് കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാലാണ് ആ പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം മൊത്തം നശിച്ചു പോവുക. 30 മിനിറ്റ് എന്നുള്ളത് ഞാനൊരു അപ്രോക്സിമേറ്റ് പറഞ്ഞതാണ്. ആ ടൈം ഓൾറെഡി അവിടെ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഈ സമയത്തിനുള്ളിൽ എത്ര മൈക്രോ ഓർഗാനിസം കില്ലാകാനായിട്ട് എത്ര കോൺസെൻട്രേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ എൻ പോയിന്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റൻഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ കോൺസെൻട്രേഷൻ അവിടെ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അവിടെ നമ്മൾ നോക്കുന്നത് ടൈമാണ്. രണ്ടും കൂടെ മാറിപ്പോരുത്. രണ്ട് മെത്തേഡാണ്. നമ്മൾ ബാക്ടീരിയസിഡൽ, അതായത് ബാക്ടീരിയ എത്രത്തോളം നശിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ കില്ലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് എൻഡ് പോയിന്റ് മെത്തേഡും ഉണ്ട്, എക്സ്റ്റൻഷൻ ടൈം മെത്തേഡും ഉണ്ട്. എൻഡ് പോയിന്റ് മെത്തേഡിൽ ടൈം ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും, കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ടൈമിനുള്ളിൽ ഇത്ര പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഇത്ര മൈക്രോ ഓർഗാനിസം കില്ലാകാൻ എടുക്കുന്ന കോൺസെൻട്രേഷൻ അതാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റൻഷൻ ടൈമിൽ ഓൾറെഡി 50 മില്ലിഗ്രാം അല്ലെങ്കിൽ 50 മൈക്രോഗ്രാം ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്താൽ എത്ര ടൈമിനുള്ളിൽ മൈക്രോ ഓർഗാനിസം നശിക്കപ്പെടുന്നു, ടൈമാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെഷർ ചെയ്യേണ്ടത്. ഈ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഇതിൽ വരുന്ന ടെസ്റ്റുകൾ പറഞ്ഞല്ലോ, ഫീനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റ്,
ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്. അതാണ് രണ്ട് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ. അപ്പോൾ അത് നമുക്ക് ആദ്യമേ ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ് നോക്കാം. ഡിസിൻഫെക്റ്റൻസ് ഈസ് റേറ്റഡ് ഫോർ ഇറ്റ്സ് ആന്റിമൈക്രോബിയൽ പ്രോപ്പർട്ടി വിത്ത് റെഫറൻസ് ടു ഫീനോൾ അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ. ഇവിടെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്തിനെയാണ്? ഫീനോളിനെയാണ്. ഫീനോൾ ഒരു സ്റ്റാൻഡേർഡ് ഡിസിൻഫെക്റ്റന്റ് ആണ്. ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിലോട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസിൻഫെക്റ്റൻസ് എത്രത്തോളം നല്ലതാണ്, മോശമാണോ? ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ മോശമാണോ, അല്ലെങ്കിൽ ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ ഡിസിൻഫെക്റ്റൻ്റ് ആക്ഷൻ ഒന്നും കൂടി കൂടുതലാണോ? ഫീനോളാണ് നമ്മളവിടെ റെഫറൻസ് ആക്കി വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ് തന്നെ. ഡിസിൻഫെക്റ്റൻസിനെ നമ്മൾ റേറ്റ് ചെയ്യാണ്. അതിൻ്റെ ആന്റിമൈക്രോബിയൽ പ്രോപ്പർട്ടി ആരെ വെച്ചാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്? ഫീനോളിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഇൻ ദിസ് ടെസ്റ്റ് similar quantities of microorganisms are added to an increasing dilution of phenol and of the disinfectants to be tested. ഇവിടെ നമ്മൾ പല കോൺസെൻട്രേഷൻ, അതായത് ഫീനോളിന്റെ പല കോൺസെൻട്രേഷൻ എടുക്കുന്നു. നമ്മൾ ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻസിന്റെയും പല കോൺസെൻട്രേഷൻ എടുക്കുന്നു. അതിലോട്ട് നമ്മൾ ടെസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിനെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇൻ ദിസ് ടെസ്റ്റ് സിമിലർ ക്വാണ്ടിറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആർ ആഡ്. ഇപ്പൊ എല്ലായിടത്തിലോട്ടും 10 മൈക്രോ ഓർഗാനിസത്തിൽ നമ്മൾ ഇതൊരു ടെസ്റ്റ് ട്യൂബായിട്ട് കൺസിഡർ ചെയ്യുക. എല്ലാ ടെസ്റ്റ് ട്യൂബിലോട്ടും 10 മൈക്രോ ഓർഗാനിസം വെച്ച് ഞാൻ ഇടുന്നുണ്ട്. 10, ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. ഓക്കെ, എല്ലായിടത്തേക്കും 10. എന്നിട്ട് സിമിലർ ക്വാണ്ടിറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസം ആർ ആഡ് ടു an increasing dilution of phenol and disinfectants to be tested. ഇതിനകത്തോട്ട് ഞാൻ 10 ml ഫീനോൾ ആഡ് ചെയ്യുന്നു. ഇതിൽ 20 ml ഫീനോള്, ഇതിൽ 30 ml ഫീനോള്, ഇതിൽ 40 ml ഫീനോള്. ഇവിടെയാണെങ്കിലും എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസിൻഫെക്റ്റൻസിൻ്റെ 10 ml ആഡ് ചെയ്യുന്നു, 20 ml ആഡ് ചെയ്യുന്നു, 30 ml ആഡ് ചെയ്യുന്നു, 40 ml ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്തെല്ലാം ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ എണ്ണം ഒരേപോലെയാണ്. ഇതിൽ മൊത്തം ഞാൻ 10 ml ഫീനോളാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. 10 ml ഫീനോളിൽ 20 ml, 30 ml, 40 ml ആഡ് ചെയ്യുന്നു. അപ്പുറത്ത് ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ട, എനിക്ക് ഫീനോളിനെ വെച്ച് നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് എനിക്ക് കമ്പയർ ചെയ്യേണ്ട എൻ്റെ ഡിസിൻഫെക്റ്റൻസിൻ്റെയും 10 ml, 20 ml, 30 ml, 40 ml ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റിൽ നമ്മൾ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്താൽ പോരാ, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസം ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സാൽമോണല്ല ടൈഫി യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റെഫൈലോകോക്കസ് ഓറീസ് ഉപയോഗിക്കാൻ പറ്റും, സ്യൂഡോമോണാസ് എയറോജിനോസ. ഈ 3 മൈക്രോ ഓർഗാനിസമാണ് ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് ഓർത്തിരിക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓർഗാനിസം ഈസ് സബ്ജക്ട് ടു ദി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഓഫ് ഫീനോൾ ആൻഡ് ഡിഫറെന്റ് ഡൈലൂഷൻ ഓഫ് ദി ടെസ്റ്റഡ് ഡിസിൻഫെക്റ്റൻസ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം 2 കണ്ടീഷനിലൂടെയും കടന്നു പോകുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീനോളിന്റെ കോൺസെൻട്രേഷനിൽ അവയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ടെസ്റ്റ് ചെയ്യേണ്ട ഡിസിൻഫെക്റ്റൻസിന്റെ. അപ്പം റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് എ കൺട്രോൾ ടെമ്പറേച്ചർ. 2 റിയാക്ഷനും, അതായത് സ്റ്റാൻഡേർഡിന്റെയും അപ്പുറത്ത് നമ്മുടെ ടെസ്റ്റിന്റെയും റിയാക്ഷൻ നടക്കുന്നത് ഒരേപോലെയാണ്, അതായത് ഒരേ കൺട്രോൾഡ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. എന്നിട്ട് സാമ്പിൾസ് ആർ റിമൂവ്ഡ് ടു ദി സ്റ്റാൻഡർഡൈസ്ഡ് ബ്രോത്ത് അറ്റ് ഡിഫറെന്റ് ടൈം ഇന്റർവൽ. നമ്മൾ ഓരോ കറക്റ്റ് ടൈം ഇന്റർവൽ തന്നെ അവ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവ എന്ത് ചെയ്യുന്നു? ഇൻകുബേറ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ എ സ്പെസിഫിക് ടൈം ഓഫ് ഇൻകുബേഷൻ നമ്മൾ അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. നമ്മളിവിടെ നോക്കേണ്ടത് ഗ്രോത്ത് ഉണ്ടോ അതോ നോ ഗ്രോത്ത്, അക്കോർഡിംഗ് ടു വെദർ ദ ടർബിഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ നോട്ട്. അപ്പൊ നമ്മളിവിടെ എൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് ടർബിഡിറ്റി ആണ്. ടർബിഡിറ്റി ഉണ്ടോ, ടർബിഡിറ്റി ഇല്ല. ടർബിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ടർബിഡിറ്റി ഇല്ലെങ്കിൽ അത് ഗ്രോത്ത് ഇല്ലാത്തതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ് ഫീനോൾ ഒരു സ്റ്റാൻഡേർഡ് ആക്കി വെച്ചുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് സബ്സ്റ്റൻസ് എത്രത്തോളം ഗുണമാണോ ദോഷമാണോ അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. രണ്ടിനും ഒരേ ടെമ്പറേച്ചർ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരേ കറക്റ്റ് ടൈം ഇന്റർവൽ തന്നെയാണ് നമ്മൾ ആ ഓരോ കോൺസെൻട്രേഷൻ എടുത്ത് മാറ്റി ഇൻകുബേറ്റ് ചെയ്ത് അതിൽ നമ്മൾ ഫൈനൽ റിസൾട്ട് മെഷർ ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് നമ്മൾ നോക്കുന്നത് നോ ഗ്രോത്ത് ഓർ ഗ്രോത്ത്. അതിന് നമ്മൾ എടുക്കുന്ന ഇൻഡിക്കേറ്റർ ഫാക്ടർ എന്താണ്? ഇപ്പം നമ്മൾ ടൈട്രോമെട്രിക് അനാലിസിലൊക്കെ നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് കളർ ചേഞ്ച് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ടർബിഡ് ആണോ അല്ലെങ്കിൽ എന്താ ക്ലിയർ ലിക്വിഡ് ആണോ എന്നൊക്കെ നോക്കാറില്ല. അതേപോലെ തന്നെ ടർബിഡിറ്റി ആണ് നമ്മളിവിടെ മെഷർ ചെയ്യേണ്ടത്. സോ ഇതാണ് ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ്. അടുത്തത് റിഡൽ വാക്കർ ടെസ്റ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. ഫീനോൾ കോഎഫിഷ്യൻ ടെസ്റ്റ് അത്രേ ഉള്ളൂ. ഇനി ഫീനോൾ കോഎഫിഷ്യൻ ഓഫ് ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻസ് മേ ബി കാൽക്കുലേറ്റ് ബൈ യൂസിങ് റിഡൽ വാക്കർ ബ്രോത്ത്. റിഡൽ വാക്കർ ടെസ്റ്റ് എന്ന് പറയുമ്പം
Different dilution of the tested disinfectants and phenol are prepared and 5 ml of each dilution is inoculated with 0.5 ml broth culture of the organism for 20 days. ഇതിൽ പ്രൊസീജിയർ ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ബാക്ടീരിയയുടെ എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റിഡൽ വാക്കർ കോഎഫിഷ്യന്റിൽ നമ്മൾ നോക്കുന്നത് ഇതാണ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം. ഡൈലൂഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ് ഇൻ 7.5 ബട്ട് നോട്ട് ഇൻ, അതായത് നമ്മൾ ഡിസിൻഫെക്റ്റൻസിന് പല ഡൈലൂഷൻ എടുക്കുമല്ലോ. അതായത് ഡൈലൂഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസ് കില്ലിംഗ് ഇൻ 7.5 ബട്ട് നോട്ട് ഇൻ 5 മിനിറ്റ്സ്. അതായത് 7.5 മിനിറ്റിൽ, അതാണ് നമ്മൾ എടുക്കുന്നത്. 5 മിനിറ്റിലെ 7.5 മിനിറ്റിൽ ഏത് ഡൈലൂഷനിലാണോ ഡിസിൻഫെക്റ്റൻ കൊല്ലുന്നത് ഡിവൈഡ് ബൈ ഡൈലൂഷൻ ഓഫ് ഫീനോൾ കില്ലിംഗ് ഇൻ 7.5 ബട്ട് നോട്ട് ഇൻ 5 മിനിറ്റ്സ്. അതായത് ഫീനോൾ ആണല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. അതായത് 7 മിനിറ്റിൽ, 7.5 മിനിറ്റിൽ ഏത് ഡൈലൂഷനിലാണ് മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ടും ഡിസ്ട്രക്റ്റഡ് ആയെന്നുള്ളത് നോക്കുന്നു. സോ അതിൽ നമുക്കൊരു ഇത് കിട്ടുമോ, ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇത് പല കോൺസെൻട്രേഷൻ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇഫ് ദ ഫീനോൾ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത റിഡൽ വാക്കർ കോഎഫിഷ്യന്റിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദ ഡിസിൻഫെക്റ്റൻസ് ഹാസ് ദ സെയിം എഫക്റ്റീവ്നെസ് ആസ് ഫീനോൾ. നമ്മൾ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ സെയിം, ഫീനോളും നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് കോമ്പൗണ്ടും സെയിം എഫക്റ്റാണ് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു കോഎഫിഷ്യന്റ് നമ്മൾ എടുത്ത് നോക്കുമ്പം വാല്യൂ 1 ആണെങ്കിൽ സെയിം എഫക്റ്റീവ്നെസ് ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം ഈ പോയിന്റ്. പിന്നെ ഇഫ് ദ ഫീനോൾ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ റിഡൽ വാക്കർ കോഎഫിഷ്യന്റ് ചെയ്ത് നോക്കുമ്പം 1 താഴെയാണ് നമുക്ക് വാല്യൂ, ഇപ്പോൾ 0.9, 0.7, 0.8 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി എന്താണ്, കുറവാണ്. അടുത്തത്, ഇഫ് ദി ഫീനോൾ കോഎഫിഷ്യന്റ് ഓർ റിഡൽ വാക്കർ കോഎഫിഷ്യന്റ് ഓഫ് ദ ഗിവൺ ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻസ് ഈസ് മോർ ദാൻ 1, 1 ആണെങ്കിൽ ഒരേപോലെ നിൽക്കും. ഫീനോളും ഇതും തമ്മിൽ ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. 1 താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫീനോളിനെ വെച്ച് നോക്കുമ്പം വലിയ ഗുണമൊന്നും ഇല്ല. പിന്നെ ഇഫ് ദി 1 കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഡിസിൻഫെക്റ്റൻസ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ഫീനോൾ. ഫീനോളിനേക്കാളും മെച്ചമാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡിസിൻഫെക്റ്റന്റ്. അപ്പം 3 എണ്ണമായി, 1 ആകാം, 1 താഴെയാകാം, 1 കൂടുതലാകാം. ഇനി ഇഫ് ദ ഫീനോൾ കോഎഫിഷ്യന്റ് ഓഫ് ദി ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻസ് ഈസ് 20 റേഞ്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡിസിൻഫെക്റ്റന്റ് ഈസ് 20 ടൈംസ് മോർ ആക്റ്റീവ് ദാൻ ഫീനോൾ. ഫീനോളിനെ വെച്ച് നോക്കുമ്പം 20 മടങ്ങ് നമ്മുടെ ഡിസിൻഫെക്റ്റന്റ്, നമ്മുടെ ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് പൊട്ടൻസി ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നു. ഓക്കെ, സോ ബാക്ടീരിയസിഡൽ എഫക്റ്റ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതൊക്കെയാണ്, ഫീനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റും റിഡൽ വാക്കർ ടെസ്റ്റും. ഇന്റർപ്രിട്ടേഷൻ ഒരേപോലെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഇത്രയും പോയിന്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ചിക്ക്-മാർട്ടിൻ ടെസ്റ്റ് ആണ്. Chick-Martin test incorporates the presence of organic matter as the test is not carried out in the water but yeast suspension or 4% dried human feces. ഈ Chick-Martin ടെസ്റ്റിനകത്ത് നമ്മളൊരു കണ്ടീഷൻ ഒന്ന് വ്യത്യാസപ്പെടുന്നുണ്ട്. Chick-Martin ടെസ്റ്റ് നമ്മൾ ഒരു ഓർഗാനിക് മാറ്ററിനെയും കൂടി, അത് ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യുന്നുണ്ട് വരുത്താനായിട്ട് നമ്മൾ ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത് വെള്ളത്തിലല്ല, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് സസ്പെൻഷനോ അല്ലെങ്കിൽ 4% ഡ്രൈഡ് ഹ്യൂമൻ ഫീക്കസ് ഉപയോഗിക്കും. ഓക്കെ, ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് വാട്ടറിനെ മാറ്റി Chick-Martin ടെസ്റ്റിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് സസ്പെൻഷനോ അല്ലെങ്കിൽ 4% ഡ്രൈഡ് ഹ്യൂമൻ ഫീക്കസ് ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ടോട്ടൽ ടൈം, Chick-Martin ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഓർഗാനിസം അറിഞ്ഞിരിക്കുക, സാൽമോണല്ല ടൈഫീൻ സ്റ്റെഫൈലോകോക്കസ് ഓറീസ് കൾച്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഡിസിൻഫെക്റ്റൻസിന്റെ എഫിക്കസിക്ക് വേണ്ടിയുള്ള മറ്റേ ടെസ്റ്റാണെന്നേ ഉള്ളൂ. Chick-Martin ടെസ്റ്റ് എന്നാണ് പേര്. വ്യത്യാസം വരുന്ന പോയിന്റുകൾ മാത്രം ഓർത്തിരിക്കുക. വാട്ടർ ഉപയോഗിക്കുന്നില്ല, പകരം ഇത് രണ്ടെണ്ണം, ഈസ്റ്റ് സസ്പെൻഷനും 4% ഡ്രൈഡ് ഹ്യൂമൻ ഫീക്കസ് യൂസ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ടോട്ടൽ ടൈം ഓഫ് ടെസ്റ്റ് 30 മിനിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ സാൽമോണല്ല ടൈഫീം സ്റ്റെഫൈലോകോക്കസ് ഓറീസും ആണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കുക. പിന്നെ കാൽക്കുലേഷൻ മെത്തേഡൊക്കെ സെയിം, റിഡൽ വാക്കറുമായിട്ട് തന്നെ സെയിം. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
റിഡൽ വാക്കർ ടെസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഡൈലൂഷൻ ഇൻ 7.5 മിനിറ്റ്സ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡൈലൂഷൻ ടെസ്റ്റ് കില്ലിംഗ് ഇൻ 7.5 മിനിറ്റ്സ് ഡിവൈഡ് ബൈ സെയിം ഫോർ ദ ഫീനോള്. ചിക്മാർട്ടിൻ ടെസ്റ്റിനകത്താണെങ്കിൽ മീൻ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫീനോൾ ഷോ നോ ഗ്രോത്ത് ആഫ്റ്റർ, ഇവിടെ നമ്മൾ 30 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞായിരുന്നു 30 മിനിറ്റ്, അത് ഡിവൈഡ് ബൈ ദാറ്റ് ഫോർ ദി ടെസ്റ്റ്. ഓക്കെ, സാൽമോണല ടൈഫി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ റിഡൽ വാക്കറിൽ. മറ്റേടത്താണെങ്കിൽ സാൽമോണല ടഫിയും സ്റ്റഫൈലോകോക്കസ് ഓറീസും യൂസ് ചെയ്യുന്നുണ്ട്. റിഡൽ വാക്കർ ടെസ്റ്റിനകത്ത് നമ്മൾ ഈ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. റിഡൽ വാക്കർ ടെസ്റ്റിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നു. ചിക്മാർട്ടിൻ ടെസ്റ്റിനകത്താണെങ്കിൽ ഈസ്റ്റ് സസ്പെൻഷൻ ഓഫ് ഫീക്കസ്. ലാസ്റ്റ് മെത്തേഡാണ് കെൽസി സൈക്സ് മെത്തേഡ്. അപ്പോൾ ബാക്ടീരിയസൈഡൽ എഫക്റ്റ് ഫീനോൾ കോഎഫിഷ്യന്റ് ഉണ്ട്, റിഡൽ വാക്കർ ഉണ്ട്, ചിക്മാർട്ടിൻ ഉണ്ട്, കെൽസി സൈക്സ് മെത്തേഡും ഉണ്ട്. ട്രിപ്പിൾ ചലഞ്ച് ടെസ്റ്റ് ആണിത്. designed to determine the concentration of disinfectants that will be effective in clean and dirty condition. കുറച്ചും കൂടി കണ്ടീഷൻ മാറിയിട്ടുണ്ട്. അതായത് ഒരു ട്രിപ്പിൾ ചലഞ്ച് ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഓക്കെ, കെൽസി സൈക്സ് മെത്തേഡ് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ട്രിപ്പിൾ ചലഞ്ച് ടെസ്റ്റ്. അതായത് നമ്മുടെ ഡിസിൻഫെക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. എത്ര എമൗണ്ട് ഡിസിൻഫെക്റ്റൻസ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്, എവിടെ, ടു ബി എഫക്റ്റീവ് ഇൻ എ വിൽ ബി എഫക്റ്റീവ് ഇൻ എ ക്ലീൻ ആൻഡ് ഡർട്ടി കണ്ടീഷൻ. വൃത്തിയായ ഒരു പ്രതലത്തിലും ഡേർട്ടി ആയിട്ടുള്ള ഒരു കണ്ടീഷനിലും കൊടുത്തിട്ട് അവിടെ എത്ര കോൺസെൻട്രേഷൻ ഡിസിൻഫെക്റ്റൻസ് ആവശ്യം വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതൊരു ട്രിപ്പിൾ ചലഞ്ച് ടെസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ കുറേ സെവറൽ ടെസ്റ്റ് ഓർഗാനിസം യൂസ് ചെയ്യുന്നു. ഇപ്പോൾ റിഡൽ വാക്കറിലും മറ്റേ ചിക്മാർട്ടിലൊക്കെ നമ്മൾ പർട്ടിക്കുലർ സ്പീഷീസ് അല്ലേ ഉള്ളൂ. പക്ഷേ കെൽസി സൈക്സ് മെത്തേഡിൽ നമ്മൾ സെവറൽ ടെസ്റ്റ് ഓർഗാനിസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ 4 ഓർഗാനിസം ഇവിടെ പറയുന്നുണ്ട്. സ്റ്റെഫൈലോകോക്കസ് ഓറീസ്, ഈക്കോളെ, സ്യൂഡോമോണാസ് എയറോജിനോസ, പ്രോട്ടിയസ് വൾഗാരിസ്. ഇതാണ് പ്രധാനപ്പെട്ട 4 ടെസ്റ്റ് ഓർഗാനിസം യൂസ്ഡ് ഫോർ കെൽസി സൈക്സ് മെത്തേഡ്. ഇവിടെ 3 സക്സസീവ് ലോഡ്സ് ഓഫ് ബാക്ടീരിയ 0, 10 and 20 മിനിറ്റ്സിലാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഇത് ഈ ഒരു മെത്തേഡിൽ ഇത്ര അറിഞ്ഞു വെച്ചാൽ ട്രിപ്പിൾ ചലഞ്ച് മെത്തേഡ് ആണെന്നും എഫക്റ്റീവ്നെസ് 2 കണ്ടീഷനിൽ ഡേർട്ടി ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ആവശ്യം വരുന്നുള്ളതും ഓർത്തിരിക്കുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഓർഗാനിസം, ഇതാണ് ആ മെത്തേഡ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഇഫ് ദർ ആർ നോ പോസിറ്റീവ് കൾച്ചർ ആഫ്റ്റർ ദി 3rd ചലഞ്ച് എ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസിൻഫെക്റ്റൻസ് മേ ബി ടെസ്റ്റഡ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ആ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക, ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസിൻഫെക്ഷൻ, പിന്നെ നമ്മുടെ ഇവാലുവേഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻസിലെ ബാക്ടീരിയോസ്റ്റാറ്റിക് ടെസ്റ്റുകളും ബാക്ടീരിയോസിഡൽ ടെസ്റ്റുകളും. സ്റ്റാറ്റിക് ടെസ്റ്റിനകത്തേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയോസിഡൽ ടെസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ റിഡൽ വാക്കറും ഫീനോൾ കോഎഫിഷ്യന്റും ചിക്മാർട്ടിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു.